സാർ എത്ര പേര് വന്നു സാറേ? അല്ല, ഗുഡ് ഈവനിങ്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ്. PCTA-യുടെ ദ സൈക്കോളജി അവർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നാണ് സാറ് ടൈറ്റിൽ ഇട്ടിരുന്നെങ്കിലും ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ അവതരണവും ഇത് നമുക്ക് തരുന്ന സന്ദേശവും ഒക്കെ വളരെ മികച്ചതായിരിക്കും എന്ന് എനിക്കും ഉറപ്പുണ്ട്. സോ നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക്, പ്രത്യേകിച്ച് കോഫി ടോക്ക് വിത്ത് PCTA എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ട്രെയിനർ സ്റ്റീഫൻ സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി PCTA എറണാകുളം ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി വിജയരാമൻ സാറിനെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എന്നെ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. ആണല്ലേ, ഓക്കെ. ഞാൻ ഏറെ സന്തോഷവാനാണ് ഇന്ന്. എൻ്റെ ഗുരുനാഥനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ വളർച്ചയ്ക്ക് നിദാനമായ ഒരു സുപ്രധാനമായ വ്യക്തി, അതാണ് സ്റ്റീഫൻ സാർ. സ്റ്റീഫൻ സാറിന്റെ യോഗ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ MSc സൈക്കോളജി ഉണ്ട്, മാസ്റ്റർ ട്രെയിനർ ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ, അതുപോലെ തന്നെ MBA. ഇത്തരം യോഗ്യതകൾക്കപ്പുറം സ്റ്റീഫൻ സാറിന്റെ പരിചയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറ് പറയാൻ പോകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അത് എക്സ്ട്രാക്റ്റ് ആണ്. അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എല്ലാവിധ നല്ല കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പരിചയത്തിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ് സാറ് പറയുന്നത്. അപ്പോ അത് നമുക്ക് ഏറെ ഉപകാരപ്രദമാവുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് വീണ്ടും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പലതും കണ്ടെത്താനും കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ സ്റ്റീഫൻ സാറിനെ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഒരു ആധികാരിക വക്താവായിട്ട് ഞാൻ പരിചയപ്പെടുത്താണ്. അതിനോടൊപ്പം ദീർഘകാലത്തെ കൗൺസിലിംഗ് പരിചയവും, അതുപോലെ ട്രാൻസാക്ഷൻ ഗ്രൂപ്പ് നയിച്ച പരിചയവും, ട്രാൻസാക്ഷൻ അനാലിസിസ് കേരളത്തിൽ വന്ന അക്കാലം തൊട്ട് മുതൽക്ക് തന്നെ അതിൻ്റെ ICT-യുടെ ചുക്കാൻ പിടിച്ച പരിചയവും അങ്ങനെ കേട്ട് നല്ല ഒരു തിളങ്ങുന്ന വ്യക്തിത്വം തന്നെയാണ് സ്റ്റീഫൻ സാറ്. അദ്ദേഹത്തിനെ കുറിച്ച് സ്ക്രിപ്റ്റിന്റെ ഇതിൽ എഴുതിയ ഒരു വാക്ക് ഞാൻ ഓർമ്മിക്കുകയാണ്. റോളിംഗ് ജം എന്നാണ് അദ്ദേഹം എഴുതിയത്. അത് തന്നെയാണ് സ്റ്റീഫൻ സാർ. Sir, I honorably and wholeheartedly welcome you, sir. Can I start? Yes, sir. Sure. Okay. Thank you, Vijayaraman. Such a edifying introduction by you and the team. Thank you very much. രണ്ട് കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എന്നെ കൊണ്ടു നിർത്തിയേക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ 1 മണിക്കൂർ കൊണ്ട് എടുക്കണം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വിജയരാമൻ സാറിനോടും അല്ലെ മനോഹർലാൽ സാറിനോടും അല്ലെ സാബു സാറിനോടൊക്കെ ചോദിക്കൂ, നിങ്ങൾ എന്തായി പറഞ്ഞ മലപ്പുറം കത്തി അമ്പും വില്ലും തോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഏതൊക്കെ പവനായി എന്നുള്ള രീതിയിലാവും. ഏത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം എവിടെ വരെ ചെന്ന് നിൽക്കും എന്നുള്ളത്. നമുക്ക് എന്തായാലും പറഞ്ഞതൊരു ചെറിയ കഥയിൽ കൂടെ പോകാം. ഈ പറഞ്ഞതിൽ അത്ര ഒന്നും ഇല്ലെങ്കിലും ഏകദേശം 10-25 കൊല്ലമായിട്ടുള്ള ഒരു TA-യുടെ പഠിത്തം കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. കുറെയൊക്കെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കുറെ പ്രോഗ്രാംസ് ഇതേപോലെ നടത്തുന്നുണ്ട്. അപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്റർവ്യൂ ചെയ്യാം, ഇന്റർഫിയർ ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് എനിക്കൊരു പ്രോത്സാഹനമാവും. അപ്പോൾ മടിച്ചിരിക്കേണ്ട, അയ്യോ ക്ലാസ് എടുക്കുമ്പോൾ കഴിഞ്ഞിട്ട് ചോദിക്കാന്നൊന്നും വെക്കണ്ട, അല്ലെ എഴുതി വെച്ചോളൂ. നമ്മുടെ സെഷൻ ചെറുതായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിന് കൂടുതൽ ടൈം കൊടുക്കാം. എന്തിനാണ് ഈ TA അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് നമ്മൾ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ഉത്തരം ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ ഉള്ളിലേക്ക് ജേണി ഇൻവേർഡ് ആണ് നമ്മുടെ പ്രത്യേകത. ഇത്രയും നാളും നമ്മൾ പലരും ഇതിനകത്തുള്ളവരൊക്കെ നോക്കി തുടങ്ങിയിരുന്ന ആൾക്കാരാണ്. എന്നാലും നമ്മൾ ഒന്നും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് അകത്തേക്ക് നോക്കേണ്ടതിന്റെ ആവശ്യകത എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ തുടങ്ങാം. ആദ്യം ഒരു
ചോദ്യം സാധാരണ നമ്മൾ ചോദിക്കും. ഒരു തവളയുടെയും ഒരു തേളിന്റെയും കഥയാണ് സാധാരണ ഞാൻ പറഞ്ഞ് തുടങ്ങാറ്. എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കഥയാണ്. എന്നാലും ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുമ്പോൾ ഇതുപോലത്തെ അത്രയും മനോഹരമായിട്ട് ഉള്ളിലോട്ട് നോക്കാൻ ആദ്യത്തെ ലെവലില് ഒരു കഥയെന്ന് പറഞ്ഞാൽ ഇത് വളരെ മനോഹരമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളപ്പൊക്ക ടൈമില് ഭയങ്കര വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു മരത്തിന്റെ ചില്ല അതിനകത്ത് ഒടിഞ്ഞു വീണു. അപ്പൊ ജനങ്ങൾക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാനുള്ള ഒരു നില 2 നിലയൊക്കെ വെള്ളമായിട്ട് നിൽക്കണ ഒഴുകി പോകാൻ തുടങ്ങി. ആൾക്കാർക്ക് കാലിടറി ഒരുത്തൻ വീണു, ആ മരത്തിച്ചില്ലേ പിടിച്ചു കയറി. അപ്പൊ നോക്കുമ്പോൾ അതിനകത്ത് ഒരു തേളൻ കടന്നു കയറിയിട്ടുണ്ട്. അവനും വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാനുള്ള. പക്ഷെ വെള്ളത്തിൽ ജീവിക്കണ തവളക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര ഒഴുക്കും കുത്തൊഴുക്കും മറിച്ചിലും ഒക്കെ ഒരു തവളയും ചാടിക്കയറി. ഇതിങ്ങനെ ഒഴുകി 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 നമുക്കറിയാം 3 ദിവസം വരെ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത് ഒഴുകി പോയിട്ട് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് പതുക്കെ കാണാൻ തുടങ്ങിയപ്പോ ഒരു കുന്നിന്റെ മുകളിൽ, കുന്നിങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ, അതിന്റെ മുകളിൽ പോയിട്ട് ഈ ബ്രാഞ്ച് പോയിട്ട് ഉടക്കിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തങ്ങി നിന്നപ്പോഴത്തേക്കും അവിടെ പതുക്കെ പതുക്കെ വെള്ളം താഴ്ന്നപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ ഇറങ്ങി നടന്ന്, അതേപോലെ തന്നെ കുറേയും കൂടെ വെള്ളം താഴ്ന്നു കഴിഞ്ഞപ്പോൾ തേളും തവള ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ആ കുന്ന് ഒരു ഐലൻഡ് പോലെയാണ്. അതിനകത്ത് വേറെ സഹവാസം ഒന്നുമില്ല. കുറെ അപ്പുറത്ത് വലിയ പൊക്കമുള്ള 20 അടി ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യരെയും ജീവിജാലങ്ങളും ഒന്നും കാണുന്നില്ല. അപ്പൊ ആ മനുഷ്യൻ ആ വീട് അന്വേഷിച്ചിട്ട് പോകുമ്പോൾ അവിടെ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ തവളയും തേളും ഇവിടെ തന്നെ നിൽക്കും. അവർക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ നോക്കി നിൽക്കും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമൊക്കെ തീർന്ന് ആൾക്കാരൊക്കെ പഴയ രീതിയിൽ തുടങ്ങാൻ തുടങ്ങിയപ്പോ ഇവർക്ക് അക്കരയിലൊക്കെ ദൂരെ എന്താണ്ടൊക്കെ കാണുന്ന ബസ് പോണ സൗണ്ട് അതൊക്കെ കാണാം ഇവർക്ക്, അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ തവള പറയും, ഞാൻ എന്തായാലും അക്കരെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം, എനിക്കിത് നല്ല സൗകര്യമുള്ള എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് അപ്പുറത്ത് നോക്കിയിട്ട് വരാന്ന് പറയും. ഇവൻ അപ്പുറത്ത് പോയിട്ട് നോക്കിയിട്ട് വരും. വൈകുന്നേരം അവന്റെ കൂട്ടുകാരൊന്നുമില്ല, ബന്ധുക്കാരൊന്നുമില്ല. പക്ഷെ അവിടെയുള്ള ഏതോ ഒരു ഇവന്റെ ക്രൈറ്റീരിയയിൽ ഇവന്റെ സ്പീഷീസിൽ പെട്ട ആൾക്കാരൊക്കെ ആയിട്ട് പരിചയമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് എന്താ പറ്റിയെന്നൊക്കെ അവൻ ചോദിച്ച് കുറെയൊക്കെ മനസ്സിലാക്കി വരും. പിന്നെ രാത്രി ആകുന്ന നേരത്ത് ഇവൻ കിടക്കാൻ ഉറങ്ങാനായിട്ട് നോക്കുമ്പോൾ അയ്യോ നമ്മുടെ ഫ്രണ്ട് തേള് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ, എന്ത് ചെയ്യും എന്ന് അവനെ പോയി കണ്ട് വർത്താനം പറഞ്ഞു വരാന്ന് പറഞ്ഞിട്ട് തേളിന്റെ അടുത്തിട്ട് ഇവൻ മടങ്ങി വരും. മടങ്ങി വന്നിട്ട് കഥയൊക്കെ പറയും. പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ കാര്യം എളുപ്പം കാലത്താകുമ്പോൾ തവള അടുത്ത കരയിലോട്ട് പോവും, തേൾ അവിടെ ഒറ്റക്കാവും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തേള് പറയും, എന്നെ ഒന്ന് നീ അക്കരെ കൊണ്ടുവച്ചെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പൊ തവള ഒരൊറ്റ ചിരിയിരിക്കും, ഒരു പൊട്ടിച്ചിരി, ഗബ്ബർ സിംഗ് ഒക്കെ ചിരിക്കുന്ന പോലെ. അപ്പൊ തേള് ചോദിക്കും, എന്താ നീ ചിരിച്ചതെന്ന് പറയും. അല്ല, നിന്റെ സ്വഭാവം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അല്ലെ. അപ്പൊ പറയും, എന്തറിയാം? അല്ല, നിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ വെറുതെ ആരെ കണ്ടാലും കുത്തണ ആളാണ് നീ. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളെ ഞാൻ മുതുകത്തേറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ കായലിന്റെ നടുക്കല്ല പുഴയുടെ നടുക്ക് വെച്ചാണ് നീ എന്നെ കുത്തണമെങ്കിൽ ഞാൻ ചത്തുപോകില്ലേന്ന്. അപ്പൊ ഇപ്പൊ തേള് ചിരിക്കും. തേള് വളരെ മനോഹരമായിട്ട് ചിരിച്ചിട്ട് പറയും, വെറുതെ അല്ല തവളകൾക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ തവളയുടെ തല കണ്ടല്ലോ ഇങ്ങനെ ഫ്ലാറ്റ് ആണ്, ബ്രെയിൻ ഇല്ലെന്ന് നിനക്കൊന്നും. എന്താന്ന് ചോദിക്കും. എടാ, ഞാൻ നിന്നെ കുത്തിയ നീ ചാകും, അത് ശരിയാണ് നീ പറഞ്ഞത്. പക്ഷെ നീ ചത്ത ഞാനും ചാവൂലേ, എനിക്ക് നീന്താൻ അറിയാമോ, അതുകൊണ്ട് ഞാൻ നിന്നെ കുത്തുവോ? ഇപ്പൊ തവള ഇങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ. ആലോചിക്കാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ കല്യാണത്തിന് പോകുമ്പോഴല്ലേ പ്രേമിച്ചൊക്കെ നടക്കുമ്പോഴത്തേക്കും വാഗ്ദാനങ്ങൾ കൊടുക്കണ പോലെ ഇത്, ഞാൻ കുത്തിയ നീ കുത്തിയ ഞാൻ ചാകും, ഞാൻ ചത്ത നീ, അങ്ങനെയൊക്കെ കുറെ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുവോ, ഇങ്ങനെ പൊന്നുപോലെ നോക്കൂല എന്നൊക്കെ പറഞ്ഞ പോലെ കുറെ കമ്മിറ്റ്മെന്റ് അതൊക്കെ കൊടുക്കും. എന്നാ ശരി, നാളെ കാലത്ത് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് തവള കാലത്തെ എണ്ണീറ്റ് തേളും റെഡി ആയിട്ട് പോവാന്ന് പറയും. എന്നിട്ട് പുഴയുടെ നടുക്കെത്താൻ നേരത്ത് ഈ തേള് അറിയാതെ ഇവനിട്ടൊരു കുത്തുകുത്തും. അപ്പൊ തവള ചോദിക്കും, നീയല്ലേ പറഞ്ഞത് നീ കുത്തിയാ ഞാൻ ചാകും, ഞാൻ ചത്ത നീ ചാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കും. അത് എന്റെ ഒരു പാറ്റേൺ ആയിപ്പോടാ, ഞാൻ ഇങ്ങനെ അവയർനെസ്സിൽ നിൽക്കണേരുന്നു, കുത്താൻ പാടില്ലെന്ന്. പക്ഷെ അടുത്ത് ഇങ്ങനെ തിരമാല പെട്ടെന്ന് ഇളകിയപ്പോഴും അല്ലെങ്കിൽ ഈ ചുഴി പോലെ എന്തോ വന്നപ്പോഴത്തേക്കും വെള്ളം തെറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ പെട്ടുപോയി, പേടിച്ചുപോയി. അപ്പോഴത്തേക്കും ആ ഒരു നിമിഷം കൊണ്ട് പറ്റിപ്പോയതാണ്. അതങ്ങനെ പോട്ടെ, അവരങ്ങോട്ട് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയുള്ള ചോദ്യം ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏത് റോളാണ് കൂടുതൽ കളിക്കുന്നത്? തവളയുടെ റോളാണോ നമ്മൾ കളിക്കുന്നത്, അല്ലെങ്കിൽ തേളിന്റെ റോളാണോ കളിക്കുന്നത്? എല്ലാവരും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടും. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാലും, മൊബൈൽ എഴുതിയിട്ടാലും ഒരു പേജിൽ എഴുതിയിട്ടാലും മതി. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി ആരും ഷെയർ ചെയ്തില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും, പേടിക്കേണ്ട. 1 മിനിറ്റ് ടൈം ഉണ്ട് നിങ്ങൾക്ക്. ചിലര് വീട്ടിൽ തേളായിരിക്കും, പുറത്ത് തവളയായിരിക്കും.
ചിലര് പുറത്ത് തേളായിരിക്കും, വീട്ടില് ഇതായിരിക്കും, തവളയായിരിക്കും. അങ്ങനെ പല രീതിയിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നോക്കിയിട്ട് ആരെങ്കിലും ഒന്ന് രണ്ട് പേര് പറഞ്ഞാൽ നല്ലതാണ്. നമുക്ക് നിങ്ങൾക്ക് തന്നെ ഒരു അവയർനെസ് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഉള്ളിലേക്ക് നോക്കാനുള്ള മെത്തേഡുകളിൽ ഒന്ന് ഇതാണ്. എ സ്റ്റോറി ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി എന്നാണ് നമ്മൾ പറയുന്നത്. എനി ടൈപ്പ് ഓഫ് സ്റ്റോറി ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. തലയിൽ എഴുത്ത് തിരുത്താന്നാ പറയുന്നത്. ഞാൻ പറയട്ടെ, പറയൂ. തവള. തവളയാണ് കൂടുതലും. തവളയാണ് അല്ല ഫുള്ള് തവളയാണ്? മിക്കവാറും തവള തന്നെയാ, കുത്തു കിട്ടും. മിക്കവാറും തവളയാണ്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ. ഇന്ന് തേളുകൾ ഉണ്ടായി കൂട്ടത്തിൽ. വിക്ടർ സാറേ പറയൂ, ജോണി സാർ പറയൂ. ഞാനൊരു തേളം തോന്നും. തേളാണോ? ഇപ്പൊ രണ്ട് പ്രാവശ്യം എൻകൗണ്ടറിൽ തേളായി പോയി. ഓക്കെ, കുഴപ്പമില്ല. അല്ല, ഈ തേളും നല്ല റോളല്ല, തവളയും നല്ല റോളല്ല. പക്ഷെ നമ്മള് ആദ്യം ഒരു നോക്കണം. മെജോറിറ്റി ഓഫ് ദ ടൈം നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കണം. അല്ലാതെ നിങ്ങൾ തവളയാണെന്ന് വെച്ച് നല്ല റോളാണെന്ന് ആരും പറയൂല. തവള ഈ സൈക്കോളജിയിലെ ട്രാൻസാക്ഷൻ അനാലിസിസില് സൈക്കോളജിക്കൽ ഗെയിംസ് പഠിക്കുമ്പോ ഇതെല്ലാം മോശമാണ്. ഗെയിംസിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഇതേപോലത്തെ നെഗറ്റീവ് കളക്ട് ചെയ്യാനുള്ളതാണ്. ചിലർ കുത്തണ നെഗറ്റീവാണ്, ചിലർ മേടിക്കണ നെഗറ്റീവാണ്. അത്ര വ്യത്യാസമുള്ളൂ. രണ്ടും നെഗറ്റീവാണ്. ഒരാൾ സങ്കടമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ സങ്കടക്കാരല്ലേ, പ്രശ്നമൊന്നുമില്ലെന്ന്. ഈ ദേഷ്യക്കാരും പ്രശ്നക്കാരാണ്, സങ്കടക്കാരും പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമോഷൻ കളക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് സൈക്കോളജിക്കൽ ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോ കുറെ നാള് നമ്മൾ ഇത് എടുക്കണമെങ്കിൽ കവർ ചെയ്ത് പോകണമെങ്കിൽ ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എടുത്തെടുത്ത് പോവാം. ഇന്നിപ്പോ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചാൽ കൊച്ചു കാര്യങ്ങൾ. വേറെ ആരെങ്കിലും ഉണ്ടോ? മുമ്പ് വ്യക്തി ഇതായിരുന്നു, തവളയായിരുന്നു. ഇപ്പൊ കുറച്ച് രണ്ട് ഡിസ്റ്റൻസിൽ തേളായി. ഓക്കെ. കുഴപ്പമില്ല, മാറി മാറി കളിക്കാം. അതാ ഞാൻ പറഞ്ഞത്. രണ്ടിനും തൃപ്തിയില്ല. പലരും പല ഗെയിമുകൾ കളിക്കും. അതിനകത്ത് അവസാനം നമുക്ക് ചിലപ്പോൾ തേളാവും, ചിലപ്പോൾ തവളയാവും, ഏതോ ആവും. പക്ഷെ രണ്ടും നല്ല റോളല്ല എന്നാ പറയുന്നത്. എന്തായാലും ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിച്ചതിന് നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം അതായത് ഷെയർ ചെയ്തതിനൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് പറഞ്ഞു. ഇനി ഒരാൾ അങ്ങോട്ട് നടന്നുപോയി, വീടന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ 20 അടി ഹൈറ്റുള്ള ബിൽഡിംഗ് മാത്രം അവിടെ കാണുന്നത്. 20 അടി ഹൈറ്റുള്ള വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഈ 18 അടിയുള്ള ആൾക്കാരാണ്. വേറൊരു ലോകമാണ് അത്, നമ്മുടെ ലോകമല്ല. 10, 15, 16 അടിയുള്ള ഹൈറ്റുള്ള പെണ്ണ് പോലത്തെ ഇതുപോലത്തെ ഭയങ്കര ജൈജാന്റിക് ആയിട്ടുള്ള ആൾക്കാർ, 20 അടി 18 അടിയൊക്കെ ഉള്ള ആണുങ്ങളൊക്കെ. അപ്പൊ ഈ ചക്കൻ ഇവനൊരു 5 അടിയാണല്ലോ നമ്മളുടെ ഹൈറ്റുള്ളത്. ഇവൻ വേഗം ഇവനെ പിടിച്ച് പൊക്കിയെടുത്തിട്ട് അവര് വെറുതെ ഇങ്ങനെ നമ്മൾ കൊച്ചുങ്ങളൊക്കെ എടുക്കണ പോലെ കാണിച്ച് ഭയങ്കര ചിരി സന്തോഷമൊക്കെ ചെയ്ത്. അപ്പൊ ഇവനും വിചാരിച്ചു നല്ല കോളടിച്ചല്ലാന്നൊക്കെ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തോ തമ്മിൽ വഴക്കായി. ഇവനിട്ട് 2 കൊടുത്ത്. അപ്പൊ ഇവൻ കരയാൻ തുടങ്ങി. അപ്പൊ പിന്നെയും 2 കൊടുത്ത്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇടാന്ന് പറഞ്ഞപ്പോ അവിടെ ഇരുന്നെന്ന് വെച്ചാൽ നമ്മുടെ സൈസിൽ ഉള്ള ആളല്ലേ, നമ്മുടെ 3 ഇരട്ടി സൈസാണ്. അവിടെ ഇരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറഞ്ഞൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അവന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. നമ്മുടെ പിള്ളേരുടെ 2 അടിയുള്ള ഹൈറ്റ് ഉള്ളിടത്ത് നമ്മൾ 6 അടി ഉണ്ടെങ്കിൽ ഈ ജൈജാന്റിക് ഫിഗറുള്ള ആൾക്കാരുടെ അല്ല ഭീമാകാരന്മാരായ മനുഷ്യരുടെ അടുത്ത് പോയി പെട്ട ഇയാളുടെ കഥ പോലെയല്ലേ നമ്മുടെ പിള്ളേര്. നമുക്ക് സന്തോഷം വരുമ്പോ അവരുടെ അടുത്ത് ചുംബിക്കും, അവരെ പൊക്കിയിടും, അതെന്തൊക്കെ ചെയ്യും നമ്മള്. അതേപോലെ ദേഷ്യം വരുമ്പോഴത്തേക്കും അതുപോലെ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കിട്ട് കഴിഞ്ഞാൽ കൊച്ചിന് തന്നെ പ്രശ്നം. ചിലരൊക്കെ പറഞ്ഞേക്കെ ഇന്നലെ എന്റെ കലി തീരണവരെ അവനിട്ട് ഞാൻ കൊടുത്തുനിന്ന്. കലി തീരാനാണ് പിള്ളേരെ വളർത്തണമെങ്കിൽ ഇനി ഒരു 3-4 പിള്ളേരെ വേറെ ഉണ്ടാക്കണം. എന്നാലേ കലി തീരുള്ളൂ നമ്മുടെ, അല്ലെങ്കിൽ സങ്കടം തീരുള്ളൂ. അപ്പോ നമ്മള് കുട്ടികളോട് പെരുമാറുന്ന രീതി എങ്ങനെയാണ്? 20 അടി ഹൈറ്റുള്ള ആള് 5 അടിയുള്ള ആളുടെ അടുത്ത് പെരുമാറണോണ്ട് ഇരിക്കടാന്ന് പറഞ്ഞ് ഇരുന്നേ പറ്റുള്ളൂ, നിക്കടാന്ന് പറഞ്ഞ് നിന്നേ പറ്റുള്ളൂ. ചെയ്യണൊക്കെ ചെയ്യണം. നമ്മൾ കമാൻഡ് ചെയ്യുമ്പോൾ അവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യും? മനുഷ്യക്കുട്ടികളാണ്, അവർക്ക് ബുദ്ധിബോധം ഉണ്ടെന്നെങ്കിൽ അവരൊരു സർവൈവൽ സ്ട്രാറ്റജി ഉണ്ടാക്കും. അവർക്ക് ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു സർവൈവൽ സ്ട്രാറ്റജി ഉണ്ടാക്കും. ഈ സർവൈവൽ സ്ട്രാറ്റജിയിൽ ഇമോഷനും കൂടെ കണക്റ്റഡ് ആണ്. അങ്ങനെ ഇമോഷൻ കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് ഒന്ന്. ചിലർക്ക് ആങ്കർ ഉണ്ടാവും, ചിലർക്ക് സങ്കടം ഉണ്ടാവും, ചിലർക്ക് പേടി ഉണ്ടാവും. 3 എണ്ണമാണ് മേജർ ആയിട്ട് പറയേണ്ടത്. 3 റിയാക്ഷൻ ആണ് പറയേണ്ടത്. അതായത് നമ്മൾക്ക് വൈകാരികമായി നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെട്ടിട്ട് ഫൈറ്റ് ചെയ്ത് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കും. അപ്പൊ ഒന്നാമത്തെ ഐറ്റം ഫൈറ്റാണ്. ഫൈറ്റ് ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യും. രണ്ടാമത്തെ ആൾക്കാര്
ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓടിക്കളയണം. നമ്മൾ വിമാനത്തിൽ പോണ പോലെ ഫ്ലൈറ്റാണ്. അപ്പൊ അവർക്ക് കൂടുതലും സങ്കടമായിരിക്കും, പ്രശ്നം. അപ്പൊ ആ സ്ട്രാറ്റജി സർവൈവലാണ്. മൂന്നാമത്തെ ആൾക്കാർ ഫ്രീസാണ്. അവര് പേടിച്ച് മരവിച്ചു പോകും. അപ്പൊ എൻ്റെ ഹ്യൂമൻ ബീയിങ്ങിൽ ആദ്യ കാലഘട്ടത്തിൽ, ഇപ്പൊ അത് കൂടാണ്ട് ഫോൺ അത് എന്നൊക്കെ പറഞ്ഞ് കുറെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾക്ക് ബേസിക് ആയിട്ട് ഇമോഷൻ വെച്ച് ചെയ്യണം. ഒതന്റിക് ഇമോഷൻ വെച്ച് ക്ലാസിഫൈ ചെയ്തേക്കണ ഈ 3 ഇതാണ്. അപ്പോ ഒന്നാമത്തേത് ഫൈറ്റ് ആണ്. ഫൈറ്റുകാരെന്താണ്? ദേഷ്യക്കാരാണ്. രണ്ടാമത്തത് ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റുകാരാണ്? സങ്കടമുള്ളവരാണ്. മൂന്നാമത്തത് ഫ്രീസ് ആണ്. തൊട്ടാവാടി എന്നൊക്കെ പറഞ്ഞു, ടച്ച് മീ നോട്ട്. തൊട്ട് കഴിഞ്ഞാൽ ചുരുണ്ടുകൂടും, അല്ലെ തേരട്ടാന്ന് പറയും. ഇങ്ങനെ 1000 കാലുള്ള ജീവി എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കോയിൽ ചെയ്യും അവര്, ആ ജീവി. അങ്ങനെ വരും. ഈ 3 തരത്തിലാണ് റിയാക്ഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഉള്ളിലോട്ട് നോക്കാം. ഏതാണ് ഞാൻ? ദേഷ്യക്കാരനാണോ? സങ്കടക്കാരനാണോ? പേടിക്കാരനാണോ? ഇതും നല്ലതൊന്നുമില്ല ആരും. അയ്യോ ഞാൻ ദേഷ്യമാണ് നല്ലതാണ്, പേടിയാണ് അയ്യോ ചീത്ത, അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ഉള്ളിലോട്ട് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏത് കാറ്റഗറി ആണെന്ന് അറിയാൻ, തവളയാണോ അല്ലെങ്കിൽ തേളാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയ പോലെ അടുത്ത ചോദ്യമാണ് ഉള്ളിലോട്ട് നോക്കാനുള്ളത്. ഇതിൽ ഏതാണ് നമ്മൾ? അത്രേ ഉള്ളൂ. ബുക്ക് ഉണ്ടെങ്കിൽ എഴുതിക്കോ, വൈകുന്നേരം പോകാൻ നേരത്ത് നിങ്ങൾക്ക് നല്ലൊരു കാറ്റഗറി കിട്ടും നിങ്ങളെ കുറിച്ച്. അതൊന്ന് മറിച്ചു നോക്കിയാൽ മതി ഇടക്കിടക്ക്. എന്താണ് ഫ്രീസ്? പെട്ടെന്ന് അവിടെ തന്നെ നിന്ന് പോകും. ഫ്രീസ് ആണ് വന്നേക്കണ. ആരാണ്? ഫൈറ്റ് വന്നിട്ടുണ്ട്, ആരോടൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഫ്ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടിക്കടി നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. എന്തെങ്കിലും ഇമോഷണലി ചലഞ്ച് ചെയ്യപ്പെട്ടാൽ, വീട്ടിൽ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നം നടന്നാൽ, ഫ്ലൈറ്റുകാർക്ക് ഉടനെ വന്ന ഒരു ചോദ്യം അറിയാം, അല്ലെങ്കിലും എനിക്കറിയാം എന്നോട് ആർക്കും ഇഷ്ടമില്ല. ഈ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരാറുണ്ടാന്ന്, ചിന്ത വരാറുണ്ടാന്ന് നോക്കിയേ. എസ് അടിച്ചാൽ മതി. ഇപ്പൊ ടൈപ്പ് ചെയ്ത ആൾക്കാരൊക്കെ എസ് അടിച്ചാലും മതി. ഫ്ലൈറ്റ് അടിച്ചവര്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് എന്നെ എന്താ ആരും മനസ്സിലാക്കാത്തത്, ഈ ഒരു ചോദ്യം വരാം. ഇതാണ് ഫ്ലൈറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. ജീവിതത്തില് കല്യാണം കഴിക്കുമ്പോൾ ഒരു പാറ്റേൺ, കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരായിട്ടൊരു പാറ്റേൺ, ഭർത്താവ് ഭാര്യയായിട്ടൊരു പാറ്റേൺ, അച്ഛനും അമ്മയായിട്ടൊരു പാറ്റേൺ, ഇൻലോസ് ആയിട്ടൊരു പാറ്റേൺ, അങ്ങനെ എല്ലാവരും ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യലാണ്. ഒരു പ്രാവശ്യം പാറ്റേൺ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് എങ്ങനെയാണ്? നമുക്ക് അവയർനെസ് ഇല്ലെങ്കിലാണ് ഈ പാറ്റേൺ വരുന്നത്. എന്തിനെ കുറിച്ച് അവയർനെസ്? എന്നെ കുറിച്ചൊരു അവയർനെസ് ആദ്യം വേണം, മറ്റുള്ളവരെ കുറിച്ചൊരു അവയർനെസ് വേണം, പിന്നെ സാഹചര്യത്തിനെ കുറിച്ച് അവയർനെസ് വേണം. ഈ 3 അവയർനെസ് ഇല്ലെങ്കിലും നമുക്ക് പണി കിട്ടും. 3 വേണം നമുക്ക്. ആദ്യം തന്നെ ഒരു അവയർനെസ് വേണം. അപ്പൊ എന്താണ് അവയർനെസ്? എന്നെ കുറിച്ച് എന്ത് അവയർനെസ് വേണം? എന്റെ തിങ്കിങ് എന്താണെന്നൊരു അവയർനെസ് വേണം, എന്റെ ഫീലിങ്സ് എന്താണെന്നൊരു അവയർനെസ് വേണം, എന്റെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ള അവയർനെസ് വേണം. ഇത് 3 പഠിച്ചാൽ, തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയർ അല്ലെ ഡൂയിങ്, ഇത് 3 പഠിച്ചാൽ ഒരു സൈക്കോളജിസ്റ്റായി, വളരെ ക്ലീനായി. മനഃശാസ്ത്രം എന്ന് പറയുന്നത് സോ സിമ്പിളാണ്. ഈ 3 കാര്യം നിങ്ങൾ പഠിച്ചാൽ സൈക്കോളജിയാണ്. ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചാൽ സൈക്കോളജിസ്റ്റുമായി. എങ്ങനെ ആർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്ലൈ ചെയ്യണം, സൈക്കോളജിസ്റ്റായി. അല്ലാണ്ട് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഭയങ്കര ആന കയറാൻ മല അല്ലെങ്കിൽ ബാലി കയറാൻ മല എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്. 3 കാര്യങ്ങൾ: തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. നമ്മൾ റിയലായി പറഞ്ഞ ലെമൺ സൈക്കോളജി വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം. എത്ര സൈക്കോളജി പഠിക്കാത്തവർക്കും ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ചിന്തകളും നമ്മളുടെ വികാരങ്ങളും നമ്മുടെ പെരുമാറ്റവും മനസ്സിലാക്കിയിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തണം. അല്ലെങ്കിൽ നോളജ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ചുണ്ണാമ്പന് കൊള്ളില്ലാത്ത സാധനം. നിങ്ങൾക്ക് എന്തോരം നോളജ് ഉണ്ട്. അല്ലെങ്കിൽ TA പഠിച്ചാലും ഈ നോളജ് കൊണ്ടൊന്നും ഹെൽപ്പ് ചെയ്യാൻ പോലില്ല. TA പഠിക്കുന്ന കൺസെപ്റ്റുകൾ എങ്ങനെയൊക്കെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മാറ്റം വരിക. ഒരു പ്രാവശ്യം, ഒരു സെക്കൻഡ് എങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ ആ ഒരു എക്സ്പീരിയൻസ് മതി. ആ ഒരു സെക്കൻഡ് യു ക്യാൻ എക്സ്റ്റെൻഡ് ദാറ്റ് വൺ സിംഗിൾ മോമെന്റ് ഓർ സിംഗിൾ സെക്കൻഡ് ടു 60 സെക്കൻഡ്. 1 മിനിറ്റായി. Again, that 60 seconds or 1 minute you can extend to another 60 minutes. 1 hour ആയി. Again 1 hour you can extend to 24 hours. ഒരു ദിവസമായി. Into 365 days. ഒരു വർഷമായി. പണിയെടുക്കണം. പണിയെടുക്കാണ്ട് ഒന്നും നടക്കില്ല. ബുക്ക് വായിച്ചിട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടോ ഒന്നും ഗുണം കിട്ടൂല.
നോളജ് എന്ന് പറയുന്നത് ജസ്റ്റ് ആസ് എ ഇൻഫർമേഷൻ, അത്രേ ഉള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജി ആണെന്ന് നമുക്ക് അറിയാമെന്ന് ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളൂ? ഒരു കാര്യമില്ല. എന്തിനു കാര്യമുണ്ടോ? അതേപോലെയാണ് ഇത്. പെരുക്കപ്പെട്ടി അറിഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. മാത്സ് കണക്ക് ഹയർ ഇതറിഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കറിയാം. ടേബിള് നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന ടൈമിൽ ടീച്ചർമാരും പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെങ്കിൽ കുട്ടികൾക്കും അറിയാൻ പാടില്ല ഇത് എന്തിനാ പഠിക്കണമെന്ന്. ടേബിള് പഠിച്ച് കുറച്ചാൾ കഴിയുമ്പോഴാണ് വേറെ കണക്കിടുമ്പോ കൂട്ടാനും ഗുണിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അവൻ അവിടെ ആ ടേബിള് പഠിച്ചതിന്റെ ഗുണം മനസ്സിലാക്കുക. ചെറിയ പ്രാക്ടിക്കൽ. അത് കഴിഞ്ഞിട്ടാ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അമ്മ പറഞ്ഞു വിട്ട് 1/2 കിലോ വെണ്ടക്കയും 1/4 കിലോ പയറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഇത്ര രൂപയുടെ സാധനം മേടിച്ച് ബാക്കി കിട്ടുന്നതും കുറച്ച് കണക്കിയൊക്കെ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുക്കുമ്പോഴാണ് പഠിക്കുക. ഇപ്പൊ പിന്നെ കടയിൽ പോയി സാധനം മേടിക്കും, എല്ലാം മൊബൈലിലാണ്. ഭരണ കാശങ്ങളെല്ലാം വരികയും ചെയ്യും, കാശ് കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ പിന്നെയും എന്തെങ്കിലും കണക്ക് കൂട്ടുന്നത് ടൂർ പോകുമ്പോഴാണ്. എല്ലാവരും കൂടെ പിരിവൊക്കെ ഇട്ട് കണക്ക് കൂട്ടിയിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ അവയർനെസ് വന്നം, എന്തിന് അപ്ലൈ ചെയ്യണം എന്നുള്ള അവയർനെസ് വന്നം. അതുകൊണ്ടാണ് ഐൻസ്റ്റീന്റെ കോട്ട് നമ്മൾ എപ്പോഴും ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കാറ്, ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് എ ഡിഫറെന്റ് റിസൾട്ട് ഈസ് ഇൻസാനിറ്റി. ഐൻസ്റ്റീൻ ഇത് കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. എഡിസൺ 1000 തവണ ഒരു പരീക്ഷണം നടത്തിയാണ്. 1000 തവണ എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, ഈ 1000 തവണ ഓരോ തവണ നടത്തുമ്പോൾ ഇതുകൊണ്ട് വിജയിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് മാറ്റി ചെയ്തു. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഈ കോട്ട് തന്നെ ഇട്ടത്. ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് എ ഡിഫറെന്റ് റിസൾട്ട്. ഒരു കാര്യം തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് വേറൊരു റിസൾട്ട് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലെ പ്രതീക്ഷിച്ചാൽ നമ്മൾക്ക് കുറച്ച് ഭ്രാന്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻസാനിറ്റി. അങ്ങനെ ആണെങ്കിൽ നമുക്കൊക്കെ കുറച്ചില്ലേ? അതാണ് ചോദ്യം. എനിക്കടി കിടന്നുറങ്ങാനിട്ടില്ലേ പോത്തിനെ പോലെ? ഇത് തന്നെ എല്ലാ ദിവസവും പറയും മക്കളോട്. മക്കളോടും പെമ്മക്കളോടും ഒക്കെ പറയും. മക്കളോട് പറഞ്ഞ ഇപ്പോഴത്തെ മക്കൾ പറയും, അപ്പൊ ഞാനാ പോത്താണെങ്കിൽ എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, അമ്മ ആരാണപ്പ അതും മനസ്സിലായി. അപ്പൊ ഉറക്കെ പറഞ്ഞെങ്കിലും മനസ്സിലെങ്കിലും പറയുന്ന പറഞ്ഞു. പിള്ളേരെ കൗൺസിൽ ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പൊ നമ്മൾക്കിതൊരു കാര്യം വേണം. നമ്മൾ എത്രയോ കാര്യങ്ങള് ചിലപ്പോൾ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് ഭർത്താവിനോട് ഇന്ന പോലെ ചെയ്യുന്ന പറയണ രീതി അത് തന്നെയാണ്. ചിലപ്പോൾ 25 ആഘോഷിക്കണം, 50 ആഘോഷിക്കണം. ഭാഗ്യം ഉണ്ടെങ്കിൽ കേട്ടാ. അത്രയൊന്നും ഇനിയുള്ള കാലത്ത് അതൊന്നും കിട്ടൂല. നമുക്കൊക്കെ കിട്ടിയത് എന്നെ പോലെ അല്ലെങ്കിൽ സീനിയേഴ്സ് 10-25 കൊല്ലമൊക്കെ കിട്ടിയ ലാഭം. പിന്നെയുള്ള എല്ലാം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഡിവോഴ്സ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ് ആണ്. അപ്പൊ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അടിച്ച പോലെ അപ്പൊ തന്നെ ഉരുവെക്കണേ. റിങ് ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ ഇവിടം വരെ ഇടണമല്ലെന്ന് പറഞ്ഞപ്പോ മുഴുവൻ ഇടൂല, ഇവിടെ വെച്ചേക്ക. ഊരിയെടുക്കാൻ എളുപ്പമാണ്. ഇതേ പിടിച്ചോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ നമ്മൾക്ക് ചെയ്ത കാര്യങ്ങൾ എന്നൊരു പ്രവൃത്തി ചെയ്തു, നമുക്ക് ഇസഡ് കിട്ടി റിസൾട്ട്. എന്ന പ്രവൃത്തി ചെയ്തു, ഇസഡ് കിട്ടി. ഇസഡ് കിട്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് എക്സ് ആണെന്ന് മനസ്സിലായി. ഇസഡ് അല്ല വേണ്ടത്. പക്ഷെ നമ്മൾ പിന്നെയും എന്താ ചെയ്യണത്? എക്സ് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്യും നമ്മൾ, മാറ്റി ചെയ്യണില്ല. പ്രത്യേകിച്ച് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വീട്ടില് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭർത്താവും ഭാര്യയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മക്കളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അച്ഛനും അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അമ്മായി അച്ഛൻ അമ്മായി അമ്മയായിട്ടുള്ള അല്ലെങ്കിൽ ഇൻലോസ് നാത്തുമാരായിട്ടുള്ള എല്ലാം സെയിം തിങ് ആണ് നമ്മൾ ചെയ്യണത്. പക്ഷെ വി ആർ എക്സ്പെക്ടിങ് എ ബെറ്റർ റിസൾട്ട്. അങ്ങനെയല്ലേ സാറേ ചെയ്യണത്? അല്ലേ? അപ്പൊ ചെയ്യണത് എന്ത് ചെയ്യണം? ചെയ്യണതാണ് നമ്മൾ മാറ്റി ചെയ്യേണ്ടത്. ഡു ഇറ്റ് ഡിഫറെന്റ്ലി എന്നാ പറയുന്നത്. എന്തെങ്കിലും നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുള്ളത് ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ട് വീണ്ടും എ ചെയ്താൽ നമുക്ക് ഭ്രാന്താണ്, ഇൻസാനിറ്റി എന്നാ പറയണത്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ബി ചെയ്ത് നോക്കാം, അല്ലെ സി ചെയ്ത് നോക്കാം, അല്ലെ വേറെ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് മാറ്റി ചെയ്ത് നോക്കാം. യു ഹാവ് ദ കപ്പാസിറ്റി ടു ഡു ഇറ്റ് ഡിഫറെന്റ്ലി. അതാണ് വേണ്ടത്. ആ ഡിഫറെന്റ്ലി എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, എക്സ്പെക്റ്റ് വേറെ ചെയ്തുകൊണ്ടിരിക്കും, വേറെ വന്നോന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ റിസൾട്ട് കിട്ടുന്നത് ഇസഡ് തന്നെയായിരിക്കും. അപ്പൊ എത്ര പേര് ഇന്ന് തൊട്ട് മാറ്റി ചെയ്യാൻ, ഇപ്പൊ തൊട്ട് മാറ്റി ചെയ്യാൻ തയ്യാറായി എന്ന് എഴുതിക്കോളൂ ബുക്കില്. യെസ് ഓർ നോ? എന്തെങ്കിലും ഗുണം വേണ്ട. ഒന്ന് ടൈപ്പ് ചെയ്തേ എസ്സുകാര് നോക്കട്ടെ.
എത്ര പേരുണ്ടെന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിമുലസ് തന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. വരുന്നുണ്ട്. യെസ് യെസ്, വരട്ടെ അങ്ങോട്ട്. യെസ്, ഇത് യെസ് വരുമ്പോ തന്നെ ഒരു സന്തോഷമാണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. കുറച്ച് പേരെങ്കിലും റെസ്പോണ്ട് ചെയ്തതിൽ താങ്ക് യു വെരി മച്ച്. അപ്പൊ യെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി ചെയ്യണം. ഒരു സ്ഥിരമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാത്ത കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മാറ്റി ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് എന്തിനാണ് മാറ്റി ചെയ്യുന്നത്? ഇത്ര നാളുണ്ടായ ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റ്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ കോൺഫ്ലിക്റ്റിലാണ് വന്നത്. വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അത് കോൺഫ്ലിക്റ്റിലോട്ട് വലുതാവും. എങ്ങനെ കോൺഫ്ലിക്റ്റ് ആവണത്? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. എന്താ കാരണം? ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഒരാണ് ഒരു പെണ്ണ്, ഇപ്പൊ ഒരു കപ്പിൾസിന് അല്ലെങ്കിൽ ദമ്പതികൾ എടുത്താൽ മതി. ഒരു ആണ് ഒരു പെണ്ണ് എന്നുള്ള വ്യത്യാസത്തിൽ അവരുടെ ജെൻഡർ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. പിന്നെ ഫാമിലി ഡിഫറൻസ് ഉണ്ടാവും. രണ്ട് ഫാമിലി, രണ്ട് കൾച്ചർ. എത്രാമത്തെ കുട്ടി എന്നുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഒരാൾ മൂത്ത കുട്ടി, ഒരാൾ ഇളയ കുട്ടി, അല്ലെങ്കിൽ നടുക്കുള്ള കുട്ടി, അതുണ്ടാവും വ്യത്യാസം. പഠിത്തത്തിന്റെ വ്യത്യാസം, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, മീഡിയത്തിന്റെ വ്യത്യാസം, ഡിസ്ട്രിക്റ്റിന്റെ വ്യത്യാസം, എക്കണോമി വ്യത്യാസം, കൾച്ചറിന്റെ വ്യത്യാസം. ഇങ്ങനെ എണ്ണിയാ തീരാത്ത അത്തരം ഡിഫറൻസുകളാണ് കൂടുതൽ. അപ്പൊ എങ്ങനെ പിന്നെ പിടിച്ചു നിൽക്കും? അപ്പോഴാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത്, ഒരാള് ദാമ്പത്യം വളരെ മനസ്സിലാക്കി കൊണ്ടുപോകാൻ ഏറ്റവും വേണ്ട കൊച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഏറ്റവും ആദ്യം വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് എന്തെന്ന് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സെൽഫ് ആൻഡ് അതേഴ്സ്, പിന്നെയാണ് എൻവയറമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ വരുന്നത്. അപ്പോ അണ്ടർസ്റ്റാൻഡിങ് എന്നെ കുറിച്ച് വരണം, മറ്റുള്ളവരെ കുറിച്ച് വരണം. അപ്പൊ അയാളുടെ ലൈക്കിങ് എന്താണ്, അയാളുടെ ടേസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്റെ എന്താണ് ആദ്യം. നമുക്ക് പലപ്പോഴും എന്നെ കുറിച്ച് ആലോചിക്കാൻ നേരമില്ല. ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എങ്ങനെ അറിയാം? ചിന്തകൾ ഇങ്ങനെ വരുന്നു പോകുന്നു, എന്ത് ചെയ്യാനാണ്? അല്ലേ? അതല്ലേ നമ്മൾ നോക്കണത്. ചിന്തകൾ ഇങ്ങനെ വരുന്നു പോകുന്നു എന്നല്ലേ, പ്രത്യേകിച്ച് വല്ല നമ്മളാണെന്നുണ്ടാ അറിയുന്നില്ല. ആക്ച്വലി നമ്മളല്ലേ ചിന്തകൾ കൊണ്ടുവരേണ്ടത് ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നതിന് പകരം പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കുക. എപ്പോ നോക്കിയാലും അതിന്റെ മനുഷ്യന്റെ ഒരു കപ്പാസിറ്റിയാണ്, യു ക്യാൻ ഇൻസർട്ട് എനി കൈൻഡ് ഓഫ് തോട്ട്സ് ഇൻ ടു യുവർ മൈൻഡ് അറ്റ് എനി ടൈം. ഇതൊരു സാധനം ഒന്ന് എഴുതി വെച്ചോ. യു ക്യാൻ ഇൻസർട്ട് എനി കൈൻഡ് ഓഫ് തോട്ട് ഇൻ ടു യുവർ മൈൻഡ് അറ്റ് എനി ടൈം. ഏത് തരത്തിലുള്ള ചിന്തകൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇട്ടുവെക്കാൻ പറ്റും. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. സാധാരണ നമ്മളെ പറ്റി ഒരു 5 പോസിറ്റീവ് പറയാൻ പറഞ്ഞാൽ അവിടെ ഒന്ന് തന്നെ കിട്ടൂല ചിലർ. ആ സമയം ഒരു 10 നെഗറ്റീവ് എഴുതാൻ പറഞ്ഞാൽ നോവൽ എഴുതണമല്ലേ 2 ബുക്ക് 3 ബുക്കൊക്കെ എഴുതാൻ പറ്റും. എന്താ കാര്യം? കൂടുതൽ നെഗറ്റീവാണ്. എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മോഡിജി ഇന്ത്യ ഭരിക്കുന്നത്? മെജോറിറ്റി ഗവേൺസ് എന്നൊരു റൂൾ ഉണ്ട്. മെജോറിറ്റി ഗവേൺസ്, അതാണ് റൂള്. അതുകൊണ്ടാണ് മെജോറിറ്റി കിട്ടുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ സഖാവ് ഭരിക്കുന്നതും മോഡിജി ഇന്ത്യ ഭരിക്കുന്നതും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു മെജോറിറ്റി ഗവേൺസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നെഗറ്റീവ് ആണ് നമ്മുടെ മനസ്സിൽ കൂടുതലെങ്കിൽ നമ്മുടെ മനസ്സിനെ ആര് ഭരിക്കും? നമ്മുടെ നെഗറ്റീവ് ഭരിക്കും. അതേസമയം നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ആണ് കൂടുതലെങ്കിൽ പോസിറ്റീവ് ഭരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ നമ്മൾ അനുവദിക്കുന്ന ആരെയാണ് വേണ്ടത്? പോസിറ്റീവിനെയാണ് അനുവദിക്കേണ്ടത്. പക്ഷെ നമ്മുടെ കൂടുതൽ നെഗറ്റീവാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് കടത്തിവിടാനുള്ള, അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. യു ക്യാൻ ഇൻസർട്ട് എനി കൈൻഡ് ഓഫ് തോട്ട്, എനി ടൈപ്പ് ഓഫ് തോട്ട് ഇൻ ടു യുവർ മൈൻഡ് അറ്റ് എനി ടൈം. ഇടക്കിടക്ക് ഇത് പോസിറ്റീവ് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ പറയും അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, അതിങ്ങനെ വന്നതല്ലേ, വന്നു പോകുന്നു. കുറെ ചിലർക്കൊക്കെ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ TAയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, റാക്കറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം, RACKET, റാക്കറ്റ്. അത് ഭയങ്കര ഒരു സാധനമാണ്. അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആരും വേണ്ട, ഒറ്റക്ക് മുറിയിലിരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെഗറ്റീവ് പിടിച്ചങ്ങോട്ട് ഒരു പോക്കാൻ. ചിലപ്പോൾ 2 മണിക്കൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ ചായ കുടിക്കണ ടൈം വല്ല അലാറിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടിക്കും. 4 മണിയായി, 2 മണിക്കൂർ ആ ഒരു ചെറിയ നെഗറ്റീവും കൊണ്ട് അതിങ്ങനെ പെരുപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല സുഖമാണ്. ഈ ഊണ്ടൊക്കെ വന്ന് ഉണങ്ങാൻ നേരത്തെ ഇങ്ങനെ ചെറുതായിട്ട് കടി വരും, ഇങ്ങനെ മാന്തി പൊട്ടിക്കണില്ലേ,
അതാണ് അതിങ്ങനെ മാന്തിക്കൊണ്ടി ചെറിയ സുഖം അറിയാൻ നമുക്ക് അത് മാന്തി കഴിഞ്ഞാൽ പൊട്ടൊന്നും പിന്നെ പഠിക്കുന്നു എന്നാലും നമ്മൾ മാന്തി. ഇതേപോലെയാണ് റാക്കറ്റ് ഫീലിങ്ങിന്റെ കാര്യം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ പോയിട്ട് എന്നാലും അന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് വന്നപ്പോ തന്നെ തുടങ്ങി മാന്തല്. പിന്നെ ഇന്നലെ കഴിഞ്ഞ മാസം ഇത് ഇങ്ങനെ പറഞ്ഞ് തോണ്ടി വലുതാക്കി കഴിഞ്ഞാൽ ഒരു സുഖം. കുറച്ചു നേരം കഴിയുമ്പോ ഒരു നെടുവുറുപ്പ് കിട്ടിയുമ്പോ ഒരു സുഖമായി. മറ്റേ കാട്ടുതേലിൽ കുറച്ച് കഴിയാൻ പറഞ്ഞത് കുറെ കാക്കെടുത്തിട്ട് അങ്ങോട്ട് നീറ്റിക്കുകയും ഒരു സമാധാനം എന്നാണ് പറയണത്. അതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും പെരുമാറുന്നത്. അപ്പൊ നമുക്ക് ഈ വൂണ്ടിനെ സോർ സ്പോട്ട് എന്ന് പറയും, ഈ ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഉണങ്ങുന്ന പൊറ്റ പോലെയുള്ള സാധനങ്ങൾ മുറിവേൽപ്പിക്കുന്ന ഒരു റാക്കറ്റ് ഫീലിംഗ് നമുക്ക് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മാറ്റി ചെയ്യണം. അത് നമുക്ക് വേണ്ട ഇനി തൊട്ട്. അപ്പൊ തോട്ട്സ് എങ്ങനെ ഇൻസെർട്ട് ചെയ്യാന്നുള്ളതിന് ഒരു ചെറിയ 3 minutes എക്സസൈസ് ചെയ്യാം. കണ്ണടച്ചോളൂ എല്ലാവരും, നേരെ ഇരുന്നോളൂ. ഒരു ബെല്ലി ബ്രീത്തിങ്, വയറ് വലുതാവലും ചെറുതാവലും ചെയ്യണ ഒരു ശ്വാസോച്ഛ്വാസം ചെയ്തോളൂ. കണ്ണടച്ചിട്ട് കാലുകൾ നേരെ പദം അവിടെ വെച്ചോളൂ. കൈകൾ മടിയിൽ മലർത്തി മുകളിലോട്ട് വെച്ചോളൂ. നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്തോളൂ. പതുക്കെ ശ്വാസം വിട്ടോളൂ. വയറ് വലുതാവണം. ശ്വാസം എടുക്കുമ്പോൾ ബലൂൺ വലുതാവണ പോലെ വയറ് വലുതാവണം, നെഞ്ചല്ല വലുതാവണ്ട്. നെഞ്ച് വലുതായി കഴിഞ്ഞാൽ അലർട്ട് ബ്രീത്തിങ് ആണ്. അടിവയറ് വലുതാവണം. അപ്പോ ബൾജ് ഔട്ട് ചെയ്യണം ശ്വാസം എടുക്കുമ്പോ. ശ്വാസം വിടുമ്പോ പതുക്കെ ഒന്ന് എക്കി കൊടുത്താൽ മതി, തന്നെ താന്നു പോയിക്കോളും. വീണ്ടും വീണ്ടും ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഇതിനു വേണ്ടി മാത്രമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആലോചിച്ച് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു കളറ് ഇനി ബ്രീത്തിങ് ചെയ്യുമ്പോൾ ആ കളറിൽ കൂടെയുള്ള വായു വരുന്നു. ആ കളറാണ് വായു വരുന്നത് ആ കളറില്ല. നിങ്ങൾക്ക് ഏറ്റവും ഫേവറായിട്ടുള്ള കളറിൽ വരുന്നു. അത് കൂടുതൽ നന്മകളുള്ളതാണ്, എമ്പതി ഉള്ളതാണ്, ഗുണങ്ങളുള്ളതാണ്, നല്ലതാണ്. അവിടെ ചെന്നിട്ട് മനസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന വൂണ്ടുകള്, ട്രോമ, ദേഷ്യം, വെറുപ്പ്, സങ്കടം എല്ലാത്തിനെയും ക്ലീൻ ചെയ്ത് പുറത്തേക്ക് കളയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കളറിലാണ് പുറത്തോട്ട് മിക്സ് ആയിട്ട് പോണത്. നമ്മൾ പാത്രമൊക്കെ കഴുകണ പോലെ ആദ്യമൊക്കെ കഴുകുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുറത്തോട്ട് പോകും. നല്ല വെള്ളമാണ് ഒഴിക്കണത്, എന്നാലും അഴുക്കും എല്ലാം കൂടെ പറ്റി പിടിച്ചിരിക്കുന്നത് പുറത്തോട്ട് പോകും. വീണ്ടും നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കഴുകുന്നു, കുറച്ചും കൂടെ കഴുക്കൊക്കെ പുറത്തോട്ട് പോകുന്നു. ഒരു 4-5 പ്രാവശ്യം അങ്ങനെ കഴിക്കുന്ന പാത്രത്തിൽ ഒഴിക്കുന്ന വെള്ളം തന്നെ പുറത്തു വരാൻ തുടങ്ങും. അതേപോലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കളറിലുള്ള വരത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അതായത് നിങ്ങൾ പ്യൂരിഫൈഡ് ആയി. വിത്ത് ഈച്ച് ബ്രീത്ത് യു ആർ ഗെറ്റിംഗ് പ്യൂരിഫൈഡ് മോർ ആൻഡ് മോർ. പവിത്രീകരിക്കപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. ചില ആളുകളുടെ മനസ്സിനകത്ത് നമ്മള് ഈ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ സ്റ്റീലിൽ എൻഗ്രേവ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. വെറുതെ എഴുതിയേക്കണല്ല, എൻഗ്രേവ് ചെയ്ത് കിട്ടർന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റീലിലൊക്കെ. അത് ചിലപ്പോൾ ഇത്തിരി ടൈം എടുക്കും. അപ്പൊ അവിടെ ഒന്നും കൂടെ അത് വെച്ചൊന്ന് ശരിക്കും ഒന്ന് ബ്രീത്ത് ചെയ്താൽ മതി. ആ ഫേവറേറ്റ് കളറ്, ആ പ്രാണ നിങ്ങളുടെ അതും കൂടെ മായ്ച്ചു കളയാനുള്ള ശക്തിയുണ്ട്. അത് മായ്ച്ചു കളയും. അപ്പൊ നിങ്ങളുടെ മനസ്സ് ക്ലീൻ ആയിരിക്കും. വേദനകളില്ല, മുറിവില്ല, ഊണ്ടില്ല, ട്രോമയില്ല, ഹേറ്റഡ്നെസ് ഇല്ല, ജലസ് ഇല്ല. ഒരു വിൻ വിൻ സിറ്റുവേഷൻ. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ടീയുടെ മറ്റൊരു മഹത്തായ കൺസെപ്റ്റാണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം, ഒരു ഇൻസിഡന്റ് ഒന്ന് ആലോചിച്ചോ. താങ്ക് യു. വളരെ മനോഹരമായി നടന്ന കാര്യം ഏത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് കല്യാണം കഴിച്ചതാകാം, ജോലി കിട്ടിയതാവാം, കുട്ടികളുണ്ടായതാവാം, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ടൂർ പോയതാവാം. എന്ത് വേണമെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും സന്തോഷം തന്ന ഒരു ഇൻസിഡന്റ് ആലോചിക്കുക. അത് വ്യക്തമായിട്ട് കാണുക. എവിടെയാണ് നടന്നതെന്ന് ആലോചിക്കുക. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നെന്ന് നോക്കുക. ഒറ്റക്കായിരുന്നോ, ഗ്യാങ് ആയിരുന്നോ, എല്ലാം വ്യക്തമായിട്ട് കാണും. നിങ്ങൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഓർക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഓർത്തെടുത്ത് നോക്കുക. സ്ഥലം ഓർക്കുക, പെയിന്റിങ് ഓർക്കുക. അല്ലെ വിദേശത്താണോ, ഇന്ത്യയിലാണോ, കാട്ടിലാണോ, കടലിലാണോ, എവിടെ വേണമെങ്കിലും ആവാം. അത് വ്യക്തമായിട്ട് മനസ്സിലാണ്. വിവിഡ് എന്നാണ് അതിന്റെ വാക്ക്. വിവിഡ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച, അർമാദിച്ച സംഭാഷണ ശകലങ്ങള്, വിചാരിച്ച സന്തോഷം, നമുക്ക് സന്തോഷം തന്ന കാര്യങ്ങൾ, അവര് നമ്മളെ പറ്റി പറഞ്ഞത്, സ്ട്രോക്ക്, അതായത് പോസിറ്റീവ് അപ്രീസിയേഷൻ. സ്ട്രോക്ക് മനസ്സിലായ മറ്റൊരു കൺസെപ്റ്റാണ് ടീയുടെ.
അത് ആലോചിക്കുക. അത് നമ്മളെ പറ്റി പറഞ്ഞു. ഇനി ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് കിട്ടിയ സന്തോഷത്തിന്റെ ആ ഇത് ആർമാദിച്ച നിമിഷങ്ങളൊക്കെ ആലോചിക്കുക. അങ്ങനെ അത്രയും കാണുകയും കേൾക്കുകയും വ്യക്തമായിട്ട് ചെയ്യും. കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ മതി. TV ഒക്കെ ട്യൂൺ ചെയ്യണ പോലെ ഒന്ന് കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ നോക്കിയേ, പിക്ചർ ഒന്ന് കൂട്ടിയും കുറച്ച് നോക്കിയേ, എന്നാലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. FM ട്യൂൺ ചെയ്യണ പോലെ സൗണ്ട് ഒന്ന് ട്യൂൺ ചെയ്ത് കാതിലത് മുഴങ്ങും. നമുക്ക് നമ്മളുടെ സന്തോഷകരമായി നമ്മൾ കുണുങ്ങിച്ചിരിച്ചതും അർത്ഥഹസിച്ചതും എല്ലാം, നമ്മളെ പറ്റി നല്ലത് പറഞ്ഞത്, നമ്മൾ അവരെ പറ്റി പറഞ്ഞതൊക്കെ നമുക്ക് ആലോചിക്കാം, കേൾക്കാൻ പറ്റും ഇപ്പൊ. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾക്ക് നമുക്ക് ബോഡിയിൽ അത് അറിയാൻ തൊട്ട് മനസ്സ് സന്തോഷം കൊണ്ട് നിറയും. സന്തോഷം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ ചുണ്ട്, മനസ്സും ചുണ്ടുമായിട്ടുള്ള പ്രത്യേകത അതാ, ചുണ്ടൊന്ന് വിരിയും. മനസ്സിൽ സന്തോഷം വന്നാൽ ചുണ്ട് വിരിയും, ചുണ്ട് വിരിഞ്ഞാൽ മനസ്സിന് സന്തോഷം വരും. അതുകൊണ്ടാണ് അങ്ങനെയുണ്ട്. അങ്ങനെ ചുണ്ട് വിരിയാൻ തുടങ്ങിയാൽ ബോഡിയിലേക്ക് കംപ്ലീറ്റ് ആ വൈബ്രേഷൻ ഇറങ്ങാൻ തുടങ്ങും. എൻ്റെ ബോഡി നിങ്ങൾക്ക് ഒരു സുഖകരമായ അനുഭൂതി തരും. നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും. നല്ലോണം സന്തോഷം വന്ന് ആസ്വദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കണ്ണുറക്കാം. ഒന്ന് രണ്ടു പേർക്ക് ഫീഡ്ബാക്ക് പറയാം, എങ്ങനെ ഉണ്ടായി, ആസ്വദിക്കാൻ പറ്റിയോ എന്നുള്ളത്. സന്തോഷം കിട്ടിയ ആർക്കെങ്കിലും? കിട്ടിയാ? സന്തോഷം കിട്ടിയോന്ന് ആരും പറയണില്ല. ആരെങ്കിലും ഒക്കെ ഓക്കെ കിട്ടിയല്ല അല്ലേ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടാ? ഒരുപാട് നെഗറ്റീവുള്ള ആരെങ്കിലും ഉണ്ടോ കിട്ടാത്തത്? എന്തായാലും കിട്ടാൻ വഴിയില്ല, കിട്ടാണ്ടിരിക്കാൻ വഴിയില്ല. എസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അല്ലായിട്ടേക്കണത് ശരീന. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇത് ഈ സന്തോഷം ആരാണ് കൊണ്ടുവന്നത്? ഞാനാണോ? പറയൂ. ഇല്ല നമ്മൾ അല്ല. തന്നെ. നമ്മളല്ല, ഞാൻ തന്നെ. ഞാൻ തന്നെ. നമ്മളെ ബഹുവചനമായി പോയി. നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എനിക്കേ കൊണ്ടുവരാം. ഇന്ത്യ ഹാപ്പിനെസ് ഈസ് ആൻ ഇന്റേണൽ ബിസിനസ് ആൻഡ് പേഴ്സണൽ അഫയർ. എക്സ്റ്റേണൽ അഫയേഴ്സിന് നിങ്ങൾ ഇഫ് യു അലോ അതർ പീപ്പിൾ ടു കൺട്രോൾ യുവർ ഹാപ്പിനെസ്, യു വിൽ നെവർ സക്സീഡ് ഇൻ യുവർ ലൈഫ്. യു വിൽ നെവർ ഗെറ്റ് ഹാപ്പിനെസ് ഓൾസോ. ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും കൗൺസിലിംഗിൽ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞേക്കാം, സാറേ ഇവള് ഇങ്ങനെ പെരുമാറി ഞാൻ എങ്ങനെ ഹാപ്പി ആവും എന്നാ പറയണേ. ആര്? ഇവളാണ് എന്നെ കംപ്ലീറ്റ് സന്തോഷം കളയുന്നത് ആണോ? അതാണ് നമ്മുടെ വിചാരം. അപ്പൊ ഇവിടെ ഈ ചോദ്യം ഇതാണ്, ആരാണ് ഹാപ്പിനെസ് കൊണ്ടുവന്നത്? ആരാണ്? ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ള ശരിയാണ്, പക്ഷെ ആരാണ് ഇത് കൊണ്ടുവന്നത് ഈ തോട്ട്? നിങ്ങൾ തന്നെയല്ലേ? ഓരോരുത്തരും അതെ, നിങ്ങൾ തന്നെയാണ് കൊണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ഇട്ടൂടെ? ഇടാൻ പറ്റുമോ? അതാണ് ചോദ്യം. പറ്റും. യെസ്, പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എഴുതി വെച്ചോളൂ, ഐ ആം ഗോയിങ് ടു കൺട്രോൾ മൈ ഇമോഷൻസ്. ഇനി തൊട്ട് നാളെ തൊട്ട് പറയരുത് അവൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചല്ല, അയാൾ എന്നെ അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് സങ്കടം വന്ന്. ഈ ടീ അറ്റൻഡ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം അതാണ്, കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ വരും. ഇത്രയും നാൾ നമുക്ക് ബ്ലെയിം ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു, ഇനി അതും ഇല്ലാണ്ടാവും. വരണ്ടായിരുന്നെന്ന് തോന്നാൻ തുടങ്ങും നമുക്ക്. അതാണ് ആദ്യ കാലഘട്ടത്തിലുള്ള പ്രശ്നം. ടീയെ പഠിച്ചൊരു 2-3 മാസം ആകുമ്പോഴത്തേക്കും, ഇപ്പൊ എന്റെ ജീവിതം ഞാൻ പറയാം. ഞാൻ ടീ ഒക്കെ പഠിച്ചു, ടീ ഒക്കെ കേട്ടപ്പോൾ ഞാൻ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് ടീയിൽ പോയി ചേർന്നത് കേട്ടോ. ടീയെ പഠിച്ച് ഭയങ്കര സാറാണ് നമ്മുടെ ഗുരു. പഠിച്ച് ഇങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്ത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ് ഈ ഹണിമൂണൊക്കെ പോലെ ഇതിന്റെ തീവ്രത ഇത്തിരി കുറയുമല്ലോ. അപ്പൊ ഒരു ദിവസം ഞാനും വൈഫും കൂടെ എന്തോ ഒരു കാര്യം ഇഷ്യൂ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കയറി പോകും, നല്ലോണം കയറിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇങ്ങനെ രണ്ടുപേരും താന്ന് വന്ന് നല്ലോണം താന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനപ്പോ അവിടെ ടേബിളിന്റെ അവിടെ നിൽക്കുന്നതാണ്. അപ്പൊ ഇവള് പറഞ്ഞ്, ഇതിനാണല്ലേ നിങ്ങൾ ടീ പഠിക്കാൻ പോണെന്ന് ചോദിച്ചു. നല്ല ചോദ്യമല്ലേ, നല്ല രസകരമായ ചോദ്യമാണ്. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ എനിക്ക് ടീ പഠിക്കാൻ പോയി എനിക്ക് പിന്നെ ദേഷ്യപ്പെടാൻ പറ്റൂല, എനിക്കുള്ള എന്റെ തനി സ്വഭാവം കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല, ഞാൻ ഇതൊരു ടീ പഠിക്കാനുള്ളത് നിർത്തി എന്ന് പറഞ്ഞു. പക്ഷെ ടീ ബുക്കൊക്കെ കുറെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം വായിക്കണമുണ്ടായിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടായി. പിന്നെ ഒരു ദിവസം തലയിൽ ഒരു പോയിന്റ് കയറി, എന്റെ ഈ തീരുമാനം എടുപ്പിച്ചത് ആരാണ്? ഞാനാണോ അവളാണോ? ശരിക്കും എന്നെ കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത് ആരാ? ഞാനാണോ? അല്ല, എന്റെ വൈഫാണ് എന്നെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചത്. അപ്പൊ ഞാൻ അന്ന് വൈകുന്നേരം വന്നപ്പോ ഞാൻ പറഞ്ഞ്, ഓഫീസിൽ പോയപ്പോൾ എവിടെ മാർക്കറ്റിംഗിലായിരുന്നു. അപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കുറെ ടൈം കിട്ടുമല്ലോ പകലൊക്കെ.
അങ്ങനെ കിട്ടിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ക്ലാസ്സിൽ പോകണ്ടെന്ന് പറഞ്ഞു. അവനോട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞു. അത് 10-20 കൊല്ലം മുമ്പ് 25 കൊല്ലം മുമ്പാണ് ഇത് സംഭവം. അത് അന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് എന്റെ ടീ കേൾക്കണം, അല്ലെ കേൾക്കൂലായിരുന്നു, ഞാൻ നിർത്തിപ്പോയെന്നെ, മറ്റൊരാളായി പോയത്. അപ്പൊ നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്വം നമ്മളാണ്, നമ്മുടെ തീരുമാനം 100% എനിക്കാണ് വേണ്ടത്. ഇതേപോലെ ഈ ഞാൻ ഉണ്ടാക്കി പറയുന്ന വേറൊരു ഇതാണ് നമ്മുടെ ഈ സിറ്റുവേഷനും റെസ്പോൺസിബിലിറ്റി അറിയാൻ വേണ്ടി. ഒരു ദിവസം ബൈക്ക് വന്നപ്പോഴത്തേക്ക് വൈഫ് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇങ്ങനെ നടന്നാൽ ശരിയാവോ, ഇവിടെ അന്നേരം ഈ അസുഖമൊക്കെ ഉണ്ട്, കോവിഡൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട് ഇങ്ങനെ. അപ്പൊ നമുക്ക് വന്നാൽ കുഴപ്പമില്ല, പക്ഷെ പ്രായമുള്ള സിസ്റ്ററിനൊക്കെ വന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് ദേഷ്യപ്പെട്ട ഞാൻ ക്ലാസ് എടുക്കാൻ പോയതല്ലേ, അല്ലെങ്കിൽ കാണാൻ ക്ലാസിന്റെ കാര്യത്തിന് വേണ്ടി പോയതല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടു. അപ്പൊ എന്റെ മോൻ വന്നിട്ട് പറഞ്ഞു അപ്പൊ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു നിനക്കെന്താ ഇതിനകത്ത് കാര്യം, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം നീ ഇടപാടാൻ പാടില്ല, ഞങ്ങൾ തീർക്കും. അത് പണ്ടേ ഉള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അവൻ പറഞ്ഞു അതല്ല ഇങ്ങ് വന്ന ഒരു കാര്യം പറ്റെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഈ കോവിഡ് കാരണം അമ്മയുടെ കമ്പനി പൂട്ടി, നാളെ തൊട്ട് ജോലിക്ക് പോകണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ അതാണല്ലേ ഇഷ്യൂ, ഓ അതാണ് സാധാരണ പതിവില്ലാണ്ട് ഇവളെന്നോട് ദേഷ്യപ്പെട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് മാറിയുന്ന വഴിയുടെ അടുത്തോട്ട് നിന്നപ്പോഴത്തേക്കും എന്റെ പഴയ 2 ഫ്രണ്ട്സ് മാസ്ക് ഒക്കെ ഇട്ട് എന്താണ് ഇതൊക്കെ വെച്ചിട്ട് പോലീസിന് ലൈസൻസ് ഒക്കെ എഴുതിയൊക്കെ കൊടുക്കണമെന്ന്, ലെറ്റർ ഒക്കെ കൊണ്ടുപോകണം പുറത്തു പോകണമെങ്കിൽ, അതൊക്കെ ആയിട്ട് 2 പേര് വന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ വാതിക്കൽ തന്നെ നിന്ന് വർത്താനം പറഞ്ഞ് കുറച്ചു നേരം നിന്നിട്ട് പഴയ ഞങ്ങളുടെ തൊട്ടടുത്ത ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളും ടീച്ചർമാരുടെ ഒറ്റ പേരും തെങ്ങിൽ കയറിയതും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ചോദ്യം ഇതാണ്, എന്നെ ദേഷ്യപ്പെടുത്തിയത് ആരാണ്? ആദ്യത്തെ ചോദ്യം. എന്റെ ഭാര്യ. എന്നെ സമാധാനിപ്പിച്ചത് ആരാ? കാര്യങ്ങൾ ഫാക്ട് ഒക്കെ പറഞ്ഞെന്ന് എന്റെ മകൻ. എന്നെ സന്തോഷിപ്പിച്ചത് ആരാ? എന്റെ 2 ഫ്രണ്ട്സ്. ഇപ്പൊ ടിഎക്കാര് ചോദിക്കേണ്ട 4ാമത്തെ ചോദ്യം ഇതാണ്, എന്റെ ഇമോഷന്റെ മുകളിൽ എനിക്ക് എന്ത് കൺട്രോൾ ഉണ്ട്? ഡു ഐ ഹാവ് എനി കൺട്രോൾ ഓവർ മൈ ഇമോഷൻ ഓർ ബിഹേവിയർ? ഉണ്ടോ? ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ ഇനി ഉണ്ടാവണം. അതാണ് നമ്മൾ പറയുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് അതർ പീപ്പിൾസ് ബിഹേവിയർ, ഇറസ്പെക്റ്റീവ് ഓഫ് സിറ്റുവേഷൻ, if you are ready to take responsibility over your thinking, feeling and behavior, you will be a successful person or you will be a winner. അവിടെയാണ് നമ്മൾ ഇത് കൊണ്ടുവരേണ്ടത്. അപ്പൊ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പല രീതിയിലാണ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സിറ്റ് ഡൗൺ ആൻഡ് ഡിസ്കസ് ആണ്. സിറ്റ് ഡൗൺ ആൻഡ് ഡിസ്കസ്. വൈ യു കണ്ടത്തിലച്ഛൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും, വൈ യു ഫൈറ്റ്? യു സിറ്റ് ഡൗൺ ആൻഡ് ഡിസ്കസ്. വൈ യു ഫൈറ്റ്? യു സിറ്റ് ഡൗൺ ആൻഡ് ഡിസ്കസ്. ഇന്ത്യയിലേക്ക് ടി എ കൊണ്ടുവന്ന വ്യക്തിയാണ് ഫാദർ ജോർജ് കണ്ടത്ത്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും ഹിസ്റ്ററിയിലോട്ടൊന്നും പോകാത്തത്. അപ്പോ നമ്മൾ സിറ്റ് ഡൗൺ ആൻഡ് ഡിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ പണിയെടുക്കുമ്പോൾ ചെയ്യുന്ന വർത്താനം പറയലല്ല, അല്ലെ എവിടെയെങ്കിലും യാത്ര പോകാൻ നേരത്ത് ഡ്രസ്സ് പോകാൻ. സിറ്റ് ഡൗൺ ആൻഡ് ഡിസ്കസ് ആണ്. നമ്മൾ ഇരുന്ന് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് വരെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ ഇരുന്ന് സംസാരിക്കണം. അതും നമ്മളുടെ TAയിൽ PAC എന്ന് പറയുന്ന ഈഗോ സ്റ്റേറ്റിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അഡൽട്ടിൽ നിന്ന് പറയണം, പാരന്റ് അഡൽട്ട് ചൈൽഡ് എന്ന് പറഞ്ഞാൽ അഡൽട്ടിൽ നിന്ന് നമ്മൾ പറയണം, വിത്തൗട്ട് എഫക്റ്റിംഗ് വിത്ത് ദ ഇമോഷൻ. അത് പറയാൻ പറ്റിയാൽ പ്രശ്നം തീരും. അവിടെ നമുക്കൊരു കൺസെൻസസ് കൊണ്ടുവരാൻ പറ്റും. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിക്കോട്ടെ, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. നമ്മൾക്ക് ഒരു കൺസെൻസസ്, അതായത് ഒരു സമവായം കൊണ്ടുവരാൻ പറ്റും. എന്താണ് ചോദിച്ചേക്കണത്? അതർ പാർട്ടി ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ് ബിക്കോസ് അതർ പാർട്ടി റെഡി ആവണ്ട, നമുക്ക് റെഡി ആവാല്ല. നോക്കാം, നമുക്ക് ആദ്യം സബ്ജക്റ്റീവായിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അതർ പാർട്ടിക്ക് പോകാം. സബ്ജക്റ്റീവായിട്ട് നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആദ്യം നോക്കാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക്, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഈഗോ സ്റ്റേറ്റ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നിറയെ ടൈപ്പ് സ്വഭാവം നമ്മൾ പഠിക്കും. അതിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. സാധാരണ നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ, അവയർനെസ് ആണ് ഏറ്റവും ആദ്യം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മാറ്റി ചെയ്യാൻ പറ്റും. അവയർനെസ് വേണം. അപ്പൊ ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ട് ഞാൻ അതിനകത്തോട്ട് വരാം. അപ്പൊ കൺസെൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സമവായം വേണം, അല്ലെങ്കിൽ നമുക്ക് എഗ്രി അപ്പോൺ ഡിസഗ്രി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഐ അലോൺ സിറ്റ് ആൻഡ് ഡിസ്കസ് വിത്ത് മൈസെൽഫ്. യെസ്, ദാറ്റ് ക്യാൻ ബി വൺ തിങ്. അതായത്
റിയാക്ഷൻ പോലെ, അതായത് ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് എന്ന് പറഞ്ഞതിലോട്ട് പോകാണ്ടിരിക്കാൻ അവയർനെസ് നമ്മൾ സഹായിക്കും. അപ്പൊ കൺസെൻസസ് വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോ ഓപ്പറേഷൻ നടക്കും. രണ്ടുപേർക്കും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം വ്യത്യാസം, എന്റെ അഭിപ്രായം വ്യത്യാസം. നമ്മുടെ സാധാരണ വാട്സപ്പിൽ വന്ന മറ്റേ മെസ്സേജാണ്, ഞാൻ ഇവിടുന്ന് ഒരു 6 എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 9 ആയിട്ട് കാണാൻ പറ്റും. ഇല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട് ആ ഒരു മെസ്സേജ്, 6, 9 എന്നുള്ളത്. എന്താ പ്രത്യേകത? ഈ 6 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ശരിയാണ്, പക്ഷെ 9 നിങ്ങളെ സംബന്ധിച്ച് ശരിയാണ്. എന്നെ സംബന്ധിച്ച് 9 തെറ്റാണ്, നിങ്ങളെ സംബന്ധിച്ച് 6 തെറ്റാണ്. പക്ഷെ ഞാൻ എപ്പോഴാണ് ഈ 9 ശരിയെന്ന് മനസ്സിലാക്കുക? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്ത് വന്ന് നോക്കണം. തിങ്ക് ഫ്രം ദ അതർ പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. അതാണ് എമ്പതി എന്ന് പറയുന്നത്. പുട്ട് യുവർ സെൽഫ് ഇൻ അതർ പേഴ്സൺ ഷൂ ആൻഡ് സീ ഫ്രം ദ അതർ പേഴ്സൺസ് ആംഗിൾ. പോയിന്റ് ഓഫ് വ്യൂ ആണ് വ്യത്യാസം. ഞാനപ്പോ പറയണ 10-65 കൊല്ലമായി എന്റെ ഭാഷ എനിക്ക്. ഞാൻ ഈ 6 എത്രയോ സ്ഥലത്ത് ഉപയോഗിച്ചാണ്. 6 വെച്ചിട്ട് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് നിങ്ങൾ ഇത് 9 ആണെന്ന് പറഞ്ഞാൽ എന്താണ് വിജയകുമാർ സാറേ ഈ പറയുന്നത്? അല്ല വിജയരാമൻ സാറേ ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറയും ഇതേ ടീയുടെ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കണേ സ്റ്റീവൻ സാറ്, ഇയാൾക്ക് 9, 6 അറിയാൻ പാടില്ല, ഇത് 9 ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ചു പേരെ വിളിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങളുടെ സൈഡിൽ കൂടെ വന്ന് നോക്കണവര്, അതായത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഉൾക്കൊണ്ട് വന്ന് നോക്കണവരൊക്കെ 9 കാണുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഭാര്യ വിളിച്ചു, ഇത് കണ്ടോ മിനി, ഇവര് പറഞ്ഞത് 9 ആണെന്ന് പറയും. എന്താണല്ലേ ഇത്രയും വലുതായിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവര് ഇത് 6 ആണെന്ന് ആർക്കറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അപ്പൊ ഒരു ശരി, നിങ്ങളുടെ 9 അവിടെ നിൽക്കട്ടെ, എന്റെ 6 ഇവിടെ നിൽക്കട്ടെ, രണ്ടുപേർക്ക് നമുക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടെന്നുള്ള മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എഗ്രിമെന്റിൽ എത്താം. രണ്ടുപേർക്കും എഗ്രി ഓൺ ദ ഡിസഗ്രിമെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരാൾ വിജയിച്ചാൽ മാത്രമേ മറ്റാൾ തോക്കുള്ളൂ, മറ്റാൾ തോറ്റാൽ മാത്രമേ ഞാൻ വിജയിക്കുന്നില്ല. രണ്ടുപേർക്ക് വിജയിക്കാം. ഭാര്യ ജയിച്ചു, ഭർത്താവ് തോറ്റു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫാമിലിയാണ് യൂണിറ്റി, ഫാമിലി തോറ്റു. ആര് ജയിച്ചാലും മറ്റാൾ തോറ്റാ തോറ്റ്, ഫാമിലി തോക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളാ. ഒന്ന് നമ്മൾ ചിന്തിക്കാൻ തയ്യാറായാൽ ഫാമിലി വിജയിക്കും. രണ്ടുപേർക്കും എഗ്രിമെന്റിൽ പോകാൻ പറ്റും. ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ സ്കൂളിൽ പഠിക്കുന്ന പോലെ എല്ലാ കുട്ടികൾക്കും 100-ൽ 100 മേടിക്കാം. ഞാൻ 95 മേടിച്ചാലും മറ്റവൾക്ക് 100 കിട്ടുമ്പോഴേ ഞാൻ തോക്കുകയും നീ ജയിക്കുകയും ചെയ്യുള്ളൂ. എല്ലാവർക്കും മേടിക്കാനുള്ള വകുപ്പുണ്ട് ഇവിടെ. 100-ൽ 100. അത് വിൻ വിൻ സിറ്റുവേഷൻ ആണ്. രണ്ടുപേരും വിൻ വിൻ സിറ്റുവേഷൻ. അങ്ങനെ വിൻ വിൻ സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു ഡോറ് തുറന്നു കിട്ടുന്ന പറയണ. ആ ഡോറിന്റെ പേരാണ് ഹെവൻ, സ്വർഗത്തിന്റെ വാതിലാണ്. നേരെ മറിച്ച് ഇപ്പുറത്തെ സൈഡില് കൺസെൻസസ് എത്തിയില്ലെങ്കിൽ കോഓപ്പറേഷൻ നടക്കില്ല, കോമ്പറ്റീഷൻ നടക്കും. ഞാനാണ് വലുത്, നീയാണോ വലുത്, ഞാൻ പറഞ്ഞാണോ ശരി, നീ പറഞ്ഞാണോ ശരി, എന്റെ പോയിന്റാണോ ശരി, നിന്റെ പോയിന്റാണോ ശരി. ഇതാണ് തർക്കം. എന്നിട്ട് അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയിക്കാൻ നോക്കും. ജയിക്കാനായിട്ട് ഞാൻ ജയിക്കാൻ നോക്കണല്ല, അവളെ തോപ്പിച്ചിട്ട് ജയിക്കാൻ നോക്കും. അപ്പൊ അവളെന്ത് ചെയ്യും? എന്നെ തോപ്പിച്ചിട്ട് ജയിക്കാൻ നോക്കും. ആര് ജയിച്ചാലും ഫാമിലി തോറ്റട്ടാ, അത് മറക്കരുത്. ഭാര്യ ജയിച്ചു, ഭർത്താവ് തോറ്റു, ഫാമിലി തോറ്റു. ഭർത്താവ് ജയിച്ചു, ഭാര്യ തോറ്റു, ഫാമിലി തോറ്റു. അപ്പനും അമ്മയും ജയിച്ചു, മക്കൾ തോറ്റു, ഫാമിലി തോറ്റു. ഒരു സംശയം വേണ്ട ആ കാര്യത്തില്. അപ്പൊ നമ്മൾ അവിടെ നിന്നില്ലെങ്കിൽ ഈ അടി നടക്കും. അവിടെ നമുക്ക് മറ്റൊരു വിൻ വിൻ പോലെ ഓപ്പോസിറ്റ് വരും. ലൂസ് ലൂസ് വരാം, അല്ലെങ്കിൽ വിൻ ലൂസ് വരാം. ഒരാൾ ജയിക്കുകയും മറ്റാൾ തോക്കുകയും അല്ലെങ്കിൽ രണ്ടുപേര് തോക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ വലിയൊരു ഡോർ അവിടെ തുറക്കപ്പെടും. അതിന്റെ പേരാണ് ഹെല്ല്, നരക കവാടം തുറക്കപ്പെടും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണെന്നാണ് എന്റെ ചോദ്യം. സ്വർഗത്തിന്റെ താക്കോലായിക്കോട്ടെ, നരകത്തിന്റെ താക്കോലായിക്കോട്ടെ, ഈ താക്കോല് ആരുടെ കയ്യിലാണ്? ആരാണ് തുറക്കേണ്ടത്? നമ്മൾ തന്നെ തുറക്കണ്ടേ? നമ്മൾ തുറന്നാൽ ശരിയാവൂല. നമ്മൾ തുറന്നാൽ ശരിയാവൂല. ആര് തുറക്കണം? പറ. ഞാൻ തന്നെ. ഞാൻ തുറക്കണം. നമ്മൾ പറഞ്ഞ ഇപ്പൊ നേരത്തെ ഒരു കമന്റ് വന്നില്ലേ, സെക്കൻഡ് പാർട്ടി ഈസ് നോട്ട് റെഡി ടു കോംപ്രമൈസ്, വാട്ട് ഷാൽ ഐ ഡു? അതാ ചോദ്യം വരും. പക്ഷെ ഞാൻ വിചാരിച്ചാൽ, ഇനി ഞാനൊരു റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറയാം. എന്റെ ചിന്തകളുടെയും എന്റെ വികാരത്തിന്റെയും എന്റെ ചെയ്യൽ അല്ലെ ബിഹേവിയറിന്റെയും ഉത്തരവാദിത്തം എനിക്കാണെന്ന് മനസ്സിലായ അതിൽ സംശയമുണ്ടോ? സംശയമുണ്ടെ പറഞ്ഞു, നമുക്ക് തീർത്തിട്ട് പോവാം. എന്റെ ചിന്തകള് ഞാനാണ് നോക്കേണ്ടത്. മോർ ദാൻ 51% എപ്പോഴും വരുമോ? എന്നാലേ എന്റെ പോസിറ്റീവ് മൈൻഡ് ഗവേൺ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഭൂരിപക്ഷം എന്റെ വികാരങ്ങളും അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സസൈസ് ആണ് മൊബൈൽ ഫോണിൽ ടൈം സെറ്റ് ചെയ്യുക. ടൈം സെറ്റ് ചെയ്തിട്ട് അലാറം സെറ്റ് ചെയ്യുക.
1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ടിട്ട് എന്നിട്ട് അലാറം അടിക്കുമ്പോ അപ്പൊ തന്നെ നിർത്തി നോക്കുക. എന്റെ മനസ്സിൽ എന്താണ് പോണ ചിന്തകള്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, എന്റെ വികാരം എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, റാക്കറ്റ് ഫീലിംഗ് ആണോ, നേരത്തെ പറഞ്ഞ വികാരങ്ങള്, നെഗറ്റീവ് കളക്ട് ചെയ്യാനുള്ള വികാരങ്ങൾ ആണെങ്കിൽ അപ്പൊ തന്നെ ഒരു അടി കൊടുത്തേ, സ്റ്റോപ്പ് ഇറ്റ്, എന്നിട്ട് നേരെ പോസിറ്റീവിലേക്ക് പോവുക. അത് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്റെ ചിന്തകളും വികാരങ്ങളും പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ആരാണ്? അത് പറ ആദ്യം, എന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഞാൻ തന്നെ. ഞാൻ തന്നെ, ഉറപ്പാണ്, തെറ്റില്ല. ഇനി ഞാൻ ചോദിക്കണേ, നിങ്ങൾ കഴിഞ്ഞു പോയ ഒരു വഴക്കിന്റെ സീൻ എടുത്തു. ആ വഴക്കിന്റെ സീൻ എടുത്ത് ഭാര്യയായിട്ടാ ഭർത്താവായിട്ടാ മൈസെൽഫ്, ഓക്കെ, ഭർത്താവായിട്ടുള്ള ഒരു വഴക്കിന്റെ സീൻ എടുത്തിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ആ സമയത്ത് ഒരു ഇത്തിരിയും കൂടെ നന്നായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമായിരുന്നു. ചോദ്യം ഇതാണ്, സിമ്പിൾ ചോദ്യമാണ്. അതായത് നിങ്ങൾക്കൊരു സംഭവം നടന്നു, നിങ്ങൾക്കറിയാം അതിന്റെ അവസാനം നമുക്ക് മോശമായിരുന്നു, അതിന്റെ റിസൾട്ട് മോശമാണ് കിട്ടിയത്. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ കുറച്ചും കൂടെ നന്നായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ, വേറെ രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ നല്ല റിസൾട്ട് കിട്ടുമായിരുന്നോ എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് ചോദിക്കണേ. ഉത്തരം പറയൂ. യെസ് ബട്ട് ഉണ്ട്, യെസ് ബട്ട് ഉണ്ട്. യെസ് ബട്ട് പറയാം. യെസ് ബട്ട് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്, പറഞ്ഞുതരാം. കിട്ടുമായിരുന്നു. കിട്ടുമായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുമായിരുന്നു. അയാൾ ചെയ്താൽ കിട്ടുമായിരുന്നു, അത് പോട്ടെ. നിങ്ങൾ ചെയ്താൽ കിട്ടുമായിരുന്നു എന്ന് സമ്മതിച്ചില്ലേ? അവിടെ നിന്നാണ് ചോദ്യം. അപ്പോൾ ആ സന്ദർഭത്തിന്റെ ഉത്തരവാദിത്വം, നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കായിരുന്നു? എനിക്ക് തന്നെയായിരുന്നു. എനിക്ക് തന്നെയായിരുന്നു, ഒരു സംശയമില്ല കാര്യത്തില്. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ ടീയെ പഠിക്കാൻ തുടങ്ങിയ ഓപ്പ് എല്ലാത്തിനും ഉത്തരവാദിത്വം ഞാനാണെങ്കിൽ പിന്നെ ഞാനെതിനാ ഓർക്കണത്, അല്ലേ? ഇതെന്ത് പറഞ്ഞാലും നിങ്ങൾ പറയും നിങ്ങളാണ് ഉത്തരവാദിത്വം, നിങ്ങളാണ് ഉത്തരവാദിത്വം, ഞങ്ങൾക്കൊന്നും ചെയ്യാം, നിങ്ങളാണ് ഉത്തരവാദി. അതാണ്, എനിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ ടിയുടെ ആപ്ലിക്കേഷനിൽ വരുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജി തിയറി പോലെ CBT REBT ഏതെങ്കിലുമൊക്കെ പോലെ നമ്മൾ അതുകൊണ്ട് നടക്കും, ഒന്നും ഗുണം ഉണ്ടാവില്ല. അപ്ലൈ ചെയ്യാനായിട്ട് ഈ പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലായാലും മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല എന്നാ പിന്നെ ഞാൻ ടിയെ പഠിക്കാനുള്ള, എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നിനക്ക് മാത്രം രക്ഷപ്പെടല്ല, അത് വേണ്ട, അങ്ങനെ വേണ്ട, ഞാൻ പഠിക്കണില്ല, ഞാൻ ചെയ്താണ്, ഞാൻ പറഞ്ഞാണിത്, എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഞാൻ നിർത്തി, 1-2 മാസം പോയില്ല. എല്ലാ ഉത്തരവാദിത്വം ഞാൻ എടുത്ത് എങ്ങനെ ശരിയാവണത് പറഞ്ഞാലും അവര് പകുതി ശരിയാവണ്ടേ. ഇനി പകുതി ശരിയാവണ കാര്യം പറഞ്ഞുതരാം. ഒരാള് ഒരു പ്രശ്നമായിട്ട് കിണറ്റിൽ വീണുപോയി. പ്രശ്നമായിട്ട് കിണറ്റിൽ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ഞാൻ കിണറ്റിന്റെ കരയിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞ്, ഞാനേ ഒരു കയറിട്ട് തരാം, കിണറിന്റെ പകുതിക്ക് ഇടുള്ളൂ 50%, അതിന് നീ 50% കയറി ഇങ്ങോട്ട് വന്നോളണം. കിണറ്റിൽ വീണ് കിടക്കുന്ന ആൾക്ക് എങ്ങനെ കയറി വരാൻ പറ്റും? അയാളുടെ സ്വഭാവവും പെരുമാറ്റം കാരണം അയാൾ കിണറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞേ മനസ്സിലിരിക്കട്ടെ, ഞാൻ 50% ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നീ കയറി വാ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എടോ താനെന്ത് വർത്താനം പറഞ്ഞു, അത് കുറെ കൂടെ ഇട്ടുകൊടുക്കുക എന്നാലേ കയറി പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾ പറയും എന്നാ 75 ഇടാം, 75 ഇട്ട് ഇവള് വെള്ളത്തിന്റെ മുകളിൽ കിടന്ന് കൈകാലിട്ട് അടിക്കുന്നത് കയറി വരാൻ പറ്റണില്ല. അപ്പൊ ഞാൻ 75 ഇട്ടിട്ടെ, ഇനി മതി, നീ കയറി, ഇനി നിങ്ങൾ കയറി. എവിടെ കയറാൻ? നീന്താൻ അറിയാണ്ട് വെള്ളത്തിൽ കിടന്ന് അടിക്കാതെ എങ്ങനെ കയറി വരാനാണ്? എന്നാ ശരി, എന്നാ പിന്നെ അപ്പൊ ഇയാൾ പറഞ്ഞു നീ ഇറങ്ങിപ്പോയിട്ട് അവളെ പിടിച്ച് കയറ്റെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുട്ടിച്ച് കയറിട്ട് കൊടുത്തിട്ട് പിടിക്കാൻ പറ്റാനുള്ള വെള്ളം കുടിച്ചു തുടങ്ങി. അപ്പൊ ഇറങ്ങി ചെന്ന് പിടിച്ചപ്പോഴത്തേക്കും അവൾ വെള്ളത്തിന്റെ അടിയിലോട്ട് തന്നു. ഇത് അഹങ്കാരം കൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്താണ്. ഏത് വെള്ളം കുടിച്ച് ബോധമില്ലാണ്ട് വെള്ളത്തിന്റെ അടിയിലോട്ട് പോയത് മനഃപൂർവ്വം ചെയ്താണ്. ഇനി ഞാൻ പോണ പ്രശ്നമില്ല, രക്ഷപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല, നമ്മൾ അടിയിൽ പോണം. മതി സാറേ, ടിയെ മതി, ഇനി നിർത്ത്, അല്ലേ? ഇനി ടിയെ പഠിച്ച ഭ്രാന്തം വെച്ചത് അടിയിൽ പോയിട്ട് പൊക്കിയെടുത്തുണ്ടോ വരും. ചിലപ്പോ പൊക്കിയെടുത്തിട്ട് കയറെ പിടിച്ച് കയറ്റി ഭൂമിയുടെ മുകളിൽ കൊണ്ടു നോക്കണം. ഒരു പ്രാവശ്യമല്ല, ചിലപ്പോ അത് കഴിഞ്ഞ് ഇങ്ങനെ തലയൊക്കെ ഉണങ്ങിയൊക്കെ വരുമ്പോ വീണ്ടും എടുത്തിയാടും പ്രശ്നത്തിലോട്ട്. അതോടുകൂടി നമുക്ക് കിണറ് മൂടും, അടച്ചു മൂടും, ഇനി എന്തെങ്കിലുമല്ലേ ചാടുള്ളൂ. അങ്ങനെയാണ് പ്രശ്നം. ഇനി ചില ആൾക്കാര് ഒരു നല്ലൊരു അപ്രീസിയേഷൻ പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയൂലേ, ചില ആൾക്കാർ അങ്ങനെയാണ്. ഞാനൊരു ഉദാഹരണം എപ്പോഴും പറയും.
എന്റെ വൈഫിന് രണ്ട് കൈയും ഇല്ലെങ്കിൽ എന്റെ വൈഫ് എനിക്ക് ചോറ് വാരി തരണമെന്ന് പറഞ്ഞതിൽ തെറ്റ് എന്റെ ഭാഗത്താണോ വൈഫിന്റെ ഭാഗത്താണോ? ഹലോ. ഒന്നുകൂടി പറയൂ സർ. അതായത് എന്റെ ഭാര്യക്ക് കൈയില്ല, രണ്ട് കൈയുമില്ല. സാറിന്റെ ഭാഗം. അപ്പൊ എന്റെ ഭാര്യക്ക് രണ്ട് കൈയില്ലെന്ന് വിചാരിച്ചോ. അപ്പൊ എനിക്കൊരു വാശിയാണ്, എന്റെ ഭാര്യ എനിക്ക് ചോറ് വാരി തരണം, എന്നാലേ ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ഞാൻ വാശി പിടിക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നാണ് ചോദിക്കുന്നത്. എന്റെ ഭാഗത്താണോ തെറ്റ്, അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്ത്? സാറിന്റെ ഭാഗത്ത് എന്റെ ഭാഗത്ത് എങ്ങനെ എന്റെ എന്റെ ഭാഗത്താണ് തെറ്റ്. അതെങ്ങനെയാണ്? കൈയില്ലാത്ത ആളെങ്ങനെ വാരി തരുന്നേ? വാരി തരാൻ പറ്റൂല അല്ലേ? ഇല്ല. സാറ് കൈയില്ലാത്തതിനെ ഇപ്പൊ കെട്ടാൻ തന്നെ പോകരുത് സാർ. അപ്പൊ ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർ പറയൂലേ, സാറേ ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൂടെ അയാൾക്ക്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ഈ ഒരു നല്ല വാക്ക് പറയാൻ അയാളുടെ കൈയില്ല, അല്ലെങ്കിൽ നാക്കില്ല. പറഞ്ഞ ഉദാഹരണം മനസ്സിലായ? മനസ്സിലായി. ഇതില് പണ്ട് സ്കൂളുകളിലൊക്കെ ഉദാഹരണം കാണിച്ച പോലെയാണ്. ഏതെങ്കിലും ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊണ്ടില്ലെങ്കിൽ പണിയാണ് ട്ടാ. സ്കൂളിലെ ഉദാഹരണം അറിയാൻ പാടില്ല. 2 ഗ്ലാസ്സിൽ വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളവും ഒരു ഗ്ലാസ്സിൽ ചാരായവും വെക്കും. എന്നിട്ടൊരു മണ്ണിരനെ കൊണ്ടുവന്ന് രണ്ടിലിടും. അപ്പൊ ചാരായിട്ട് കിടക്കുന്ന മണ്ണിര വേഗം ചാകും. അപ്പൊ മദ്യപാനത്തിനെതിരെയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. കുറെ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ഈ എക്സാമ്പിൾ കാണിക്കണം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി രാമു എന്ന് ചോദിക്കും. രാമു പറയും, വയറ്റിലെ കൃമി ചാകാൻ ചാരായം നല്ലതാണ് സാറേ എന്ന് പറയും. അതേപോലെ ഞാൻ ഏതാണ്ടൊക്കെ ഉദാഹരണം പറയുമ്പോ പിടിയിട്ടില്ല പറഞ്ഞാണല്ലേ, നമുക്ക് ഒപ്പിച്ചെടുക്കേണ്ടതാണിത്. 1 മണിക്കൂർ എത്ര സമയം? 1/2 മണിക്കൂറായ എന്റെ അമ്മ അതേ പോണ്. അപ്പൊ ഇതാണ് നമുക്ക് പറ്റണത്. നമ്മള് അപ്രതീക്ഷിക്കുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ NPD പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് ചെയ്യണമെങ്കിൽ ഒരു തപസ്യാണ്. അത് അങ്ങനെയുള്ള ആള് കൂടെ ഉള്ള ആൾ ആദ്യം പഠിക്കണം, അത് മനസ്സിലാക്കണം, അതിന്റെ ഓരോ നീക്കങ്ങളും അറിഞ്ഞ് നമ്മൾ പെരുമാറണം. വളരെ സോഫ്റ്റ്, പതുക്കെ 0.001% വെച്ച് മാറി കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഇവരുടെ പെരുമാറ്റം കണ്ട് നമ്മളിങ്ങനെ പുഴുവിനെയൊക്കെ ഇങ്ങനെ ചെരുപ്പിട്ട് ഇങ്ങനെ ചവിട്ടണ പോലെ ചാരട്ടി അരച്ച് മതിലൊക്കെ തേച്ച് കളയും. ഒരു രക്ഷയില്ല. എല്ലാം ശരിയാണ്. എടോ തന്ന കൗൺസിലിംഗ്, നിനക്ക് എന്താണ് കൗൺസിലിംഗ്? നീ ഇങ്ങോട്ട് വരാൻ ചെയ്തു തരാം നിനക്ക് കൗൺസിലിംഗ്. ഇതാണ് ആറ്റിറ്റ്യൂഡ്. എല്ലാം ശരിയാണ്, ഒരു കാര്യം പോലും തെറ്റില്ല. എന്ത് നീ ടീയൊക്കെ വെറുതെ അവര് പറ്റിക്കാൻ പറഞ്ഞില്ല. നീ ഞാൻ പറഞ്ഞു തരാം ടീയെ. എനിക്ക് വേണ്ട കാര്യമല്ലേ? എന്താണ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറയുള്ളൂ. എന്ത് കാര്യം പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ കാര്യം, വീട്ടില് എല്ലാ ഭാര്യ ഭർത്താവ്, ഭാര്യ മാത്രമല്ല കേട്ടോ, ഭർത്താവും പ്രശ്നം, അതല്ലെങ്കിൽ കുട്ടികൾക്ക്, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടത് പറഞ്ഞത്. കൂടുതലും സ്പൗസ് ആണ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുട്ടികൾക്കും കിട്ടും. അതേസമയം ബാക്കി എല്ലാവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞാൽ ഒരാള് വേറെ ചിന്തിക്കൂല. അയ്യോ സ്റ്റീഫൻ സാർ എന്ത് നല്ല മനുഷ്യനാണെന്ന് അറിയാമോ? എവിടെ ഇതിന്റെ NPDയുടെ ടോട്ടൽ ടോപ്പിൽ നിൽക്കുന്ന ആളായിരിക്കും. പക്ഷെ മറ്റുള്ള ആരായിട്ട് പെരുമാറിയാലും അവർക്കൊന്നും മനസ്സിലാവില്ല ഇതിന്റെ സ്വഭാവം. ഇത്രയും സ്വീറ്റ് ആയിട്ടും ഇത്രയും നല്ലതായിട്ടുള്ള ഒരാള് വേറെ ഇല്ല. നമ്മള് ഇപ്പൊ ഇത് വിക്ടിം ഉണ്ടല്ലോ, ഇത് കൂടെ ജീവിക്കണ വിക്ടിം ചെന്നിട്ട് പറഞ്ഞേ ഇങ്ങനെയാണെന്ന് പറഞ്ഞ, നിനക്കെന്താ പ്രാന്താണ്? എന്താണ് നീ പറയണേ? ഈ ലോകത്ത് ഈ പ്രദേശത്തിൽ എത്ര നല്ലൊരാള്, എന്തൊരു കരുതലാണ്. എന്തെങ്കിലും ആവശ്യം വന്ന് അപ്പൊ തന്നെ വണ്ടി എടുത്ത് വന്ന് എന്നെ ആശുപത്രി ആദ്യം ചെയ്ത് എല്ലാം ചെയ്യും. പക്ഷെ കൂടെയുള്ള വിക്ടിം, ഞാൻ പലരോടും പറയണു, ഓടി രക്ഷപ്പെട്ടോ മക്കളെ, നിന്നിട്ട് യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ അത്രയും ക്ഷമയും അത്രയും ഡെവലപ്മെന്റും കൊണ്ടുവരണം നിങ്ങൾ തന്നെ. ഇത് രക്ഷപ്പെടണേ ചെറുപ്പത്തിലേ രക്ഷപ്പെടണം. പ്രായമായി കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. കല്യാണം കഴിച്ച ഉടനെ തന്നെയൊക്കെ മനസ്സിലാക്കി രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ട്. പിന്നെ അല്ലെങ്കിൽ പൂട്ടിക്കളി. മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പാടാണ് രക്ഷപ്പെട്ട് പോരാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇന്ത്യൻ കൾച്ചർ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയല്ലേ. ഇപ്പൊക്കെ മാറി തുടങ്ങിയ പിള്ളേര്, എന്നാലും ഉണ്ട്. അത് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. ആണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളും ഉണ്ട്. നല്ല സൂപ്പർ NPD ഉള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവന്റെ ഈ പറഞ്ഞ പോലെ അവളുടെ കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ അവന്റെ മഹാകഷ്ടകാലം, ഒന്നും പറയാൻ പറ്റില്ല.
ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ മുൻഗണന എടുത്ത പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്ന പെൺകുട്ടികൾ വേറെ ഉണ്ടാവില്ല അവരുടെ കൂട്ടത്തില്. അത്രയും സ്മാർട്ടായിരിക്കും. എല്ലാവരും സോഷ്യലായിട്ട് വർത്താനം പറഞ്ഞ അടിപൊളി. എല്ലാവരും പറയും നീ അവളെ നോക്ക്, മറ്റവരൊക്കെ പറയും അവളെ നോക്കി പഠിയെന്ന് പറയും. എവിടെ വീട്ടിലോട്ട് വരുമ്പോഴല്ലേ ഇതിന്റെ അതിന് സ്വരൂപം അറിയണത്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമുക്ക് ഈ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നത്. ആരാണ് റെസ്പോൺസിബിൾ? എന്റെ സ്വഭാവം, എന്റെ ചിന്തകളുടെയും എന്റെ പെരുമാറ്റത്തിന്റെയും എന്റെ വികാരങ്ങളുടെയും ഉത്തരവാദിത്തം എനിക്കാണെങ്കിൽ എന്റെ കൂടെ ജീവിക്കുന്നവരുടെ ഉത്തരവാദിത്വവും എനിക്കറിയാം. ഈഗോ സ്റ്റേറ്റ്സ് ഇവിടെ എടുത്തായിരുന്നോ മനോഹർലാൽ സാറേ? ഈഗോ സ്റ്റേറ്റ്സ് ആരെങ്കിലും എടുത്തായിരുന്നു? അപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണേ. ഈഗോ സ്റ്റേറ്റ്സിൽ നമുക്ക് ഒരു 6-7 ടൈപ്പ് ഈഗോ സ്റ്റേറ്റ്, സപ്തവർണ്ണങ്ങൾ പോലെ അല്ലെ സപ്തവർണ്ണ സ്വരങ്ങൾ പോലെയൊക്കെ 7 ടൈപ്പിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഉപയോഗിക്കണം. സാധാരണ നമുക്ക് ഒരു സ്വഭാവവും അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾ സിറ്റുവേഷനിൽ ഒരു സ്വഭാവവും വരും. അത് ഞാൻ പറയാം. അതായത് സാധാരണ പെരുമാറ്റം എന്നിപ്പോ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്തെങ്കിലുമൊക്കെ അയാളോട് തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പൊ തന്നെ ചീത്ത പറയും, അല്ല വഴക്കിടും എന്നൊക്കെ ഒരു സ്വഭാവക്കാരനാണെന്ന് വെച്ചോ. പ്രത്യേകിച്ച് വീട്ടിലുള്ള അച്ഛനും അമ്മേനൊക്കെ പറഞ്ഞാൽ അയാൾ സമ്മതിക്കൂല, ഇടിച്ചിരിക്കും. അങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ദിവസം നിങ്ങൾ ശരിക്കുള്ള വഴി കൂടെ കറക്റ്റ് ആയിട്ട് പോണേ, റോഡ് സൈഡിൽ കൂടെ, സ്കൂട്ടറിന് പോണേ, ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വളരെ ക്ലീൻ ആയിട്ട് പോകണം. അപ്പൊ ഓപ്പോസിറ്റ് ഒരുത്തൻ നമ്മളുടെ നേരെ, നമ്മൾ ലെഫ്റ്റ് സൈഡ് പോകണ അവൻ റൈറ്റ് സൈഡിൽ കൂടെ കയറി വന്ന് നമ്മൾ വണ്ടിക്കിട്ട് ഇടിച്ച് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന വിചാരിച്ച് മുട്ടും. അപ്പൊ രണ്ടുപേരും വീണ് ഇറങ്ങി ഇങ്ങോട്ട് ഏത് കോപ്പിലെ വഴി കൂടെ വന്നെന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോഴത്തേക്കും അത് അതിൽ കൂടെ ഏതൊരു ചെറിയ മിനിസ്റ്റർ പോകണ്ടായിരുന്നു. അപ്പൊ അതിന് പൈലറ്റ് എസ്കോട്ട വന്ന ഒരു SI വേഗം കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയിട്ട് ഇവനെ പിടിച്ചിട്ട് പിടിച്ചു കയറ്റണമെന്ന് പറഞ്ഞ് രണ്ടിനെയും ജീപ്പിൽ കയറ്റി വണ്ടിയൊക്കെ എടുത്ത് പള്ളയിലോട്ട് തോട്ടിലോട്ട് എറിഞ്ഞിട്ട് ഇനി രണ്ടിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അവിടെ നിന്നോളാൻ പറയും. മന്ത്രിനെയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഇതിൽ തിരിച്ചു വന്നു. അപ്പൊ ഈ നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ നമ്മൾ അപ്പൊ ദേഷ്യമാണ്, ഇടിക്കും സാധാരണക്കാരെയൊക്കെ കേട്ടാ. അപ്പൊ അവിടെ ചെന്ന വഴി തന്നെ പിന്നെ അവിടെ പോലീസുകാരനെ ഇൻഫർമേഷൻ വന്ന് അവിടെ റോഡ് ശരിക്കും പാലിക്കാത്ത കാരണം ഇയാൾക്ക് സസ്പെൻഷനാണ് 2 ദിവസത്തേക്ക്. ആ ദേഷ്യം കൂടിയാണ് വന്നത്. ഇയാൾ വന്ന ഉടനെ തന്നെ ഇയാൾ 2 പേർക്കിട്ട് ഓരോന്ന് കൊടുത്ത്, ഫിസിക്കലി കർണക്കുറ്റിക്കിട്ട് ഓരോന്ന് കൊടുത്ത്, എന്നിട്ട് വീട്ടിലിരിക്കുന്ന അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പ എല്ലാവരെയും വിളിച്ച് ചീത്ത വിളിച്ച് തെറി കൂട്ടി വിളിച്ച്. ഇവരാരെങ്കിലും ഒരാൾ തിരിച്ചെന്തെങ്കിലും പറയൂ? എന്റെ പോളിസി എന്താണ്? എന്നെ ചീത്ത പറഞ്ഞാൽ, എന്നെ ഉപദ്രവിച്ചാൽ, എന്റെ പേരിൽ തെറ്റില്ലെങ്കിൽ ഞാൻ തിരിച്ച് തല്ലിയിരിക്കും. തല്ലൂല. എന്താ കാര്യം? എനിക്ക് നല്ല അവയർനെസ് ആണ്. അവിടെയാണ്, ഇതാണ് അവയർനെസ് എന്ന് പറയുന്നത്. അത്ര അവയർനെസ് നമുക്ക് വരണം അല്ലാത്തപ്പോഴും. ഇത് ഫോഴ്സ്ഫുൾ സിറ്റുവേഷൻ ആണ്. കൊടുത്തു കഴിഞ്ഞാൽ ചീത്ത മറുപടിയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞ പോലെ അടുത്ത അടി കിട്ടും. ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ ഡൈനാമിക്സ് നടക്കണം എവിടെയാണ്? നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിൽ നല്ല സൂപ്പർ ഡൈനാമിക്സ് ആണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്ന് പറഞ്ഞാൽ മതി അടിയുണ്ടാവാൻ. വെറുതെ ഒരു ടോൺ ഓഫ് വോയിസ് മാത്രം മതി. അപ്പോ ഇത് എങ്ങനെയാണ് നമ്മൾക്ക് എന്നെ കുറിച്ച് അവയർനെസ് പറഞ്ഞാൽ? എന്റെ ചിന്തകൾ വേണം, എന്റെ ഇത് വേണം. അപ്പൊ മനസ്സ് എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് മനസ്സ്. ഇതൊന്ന് എഴുതി വെച്ചോട്ടോ. തോട്ട്സും ഫീലിങ്സും ആണ് മനസ്സ്. ചിന്തകളും വികാരങ്ങളും, ഇത് 2 കാര്യമുള്ളു എല്ലാ സൈക്കോളജിയിലും പറയുന്നത്. TL ഈഗോ സ്റ്റേറ്റ്സ് പറയുന്ന തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും കൂടെ ചേർന്നാണ് ഈഗോ സ്റ്റേറ്റ്. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോ എന്റെ ചിന്തകളും, എല്ലാ സൈക്കോളജിയിലും പറഞ്ഞ ചിന്തകളും വികാരങ്ങളും പുറത്തേക്ക് വരുന്ന ഭാവം, മാനിഫെസ്റ്റ് ഇൻ ടു ബിഹേവിയർ എന്ന് പറയുന്നത്, അതായത് പ്രകടമാകുന്ന രീതി, അതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പൊ എന്താണ് എന്റെ സ്വഭാവം? മാനിഫെസ്റ്റ് ആവുന്നതാണ്. എത്രയാണ്, എന്തൊക്കെ രീതിയിലാണ് മാനിഫെസ്റ്റ് ആകുന്നത്? സ്വഭാവത്തിന്റെ മാനിഫെസ്റ്റേഷൻ 5 രീതിയിലാണ്. ഒന്നാമത്തെ ഘടകം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതെടുത്തായിരുന്ന ബിഹേവിയർ ഒക്കെ എടുത്താ ഡീറ്റെയിൽ ആയിട്ട് എടുത്തോട്ടെ? എടുത്തോ? ഓക്കെ. അല്ല, എടുത്താണെങ്കിൽ ബോറടിക്കരുത്, അതാണ് ചോദിച്ചത്. സാറിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പറഞ്ഞോളൂ. ഓക്കെ, കേട്ടാലും കുഴപ്പമില്ലല്ലോ. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ദ വേർഡ്സ് ദാറ്റ് വി യൂസ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്താ വാക്കിന് പ്രത്യേകത? വാക്കുകൾക്ക് ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ചാന്നുള്ളതാണ് പറയണത്. കാരണന്മാർക്കൊക്കെ മനസ്സിലായി, ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല. എന്താന്ന് വെച്ചാൽ ഒരു ഉണ്ണീനെ കണ്ടാൽ ആ നാട് നല്ല സമ്പദ് സമൃദ്ധമായതാണോ എന്ന് അറിയണമെങ്കിൽ ഉണ്ണിയുടെ ബോഡി കണ്ടാൽ അറിയാം. ക്ഷീണിച്ച് ഗ്രഹണി പിടിച്ചൊക്കെ ഇരിക്കുന്നെങ്കിൽ
ആ ഗ്രാമം തന്നെ. പണ്ട് ഇന്ന് ആൾക്കാരൊക്കെ നടന്ന് ഇങ്ങനെ പല ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ പറയുന്ന ഒരു ചൊല്ലാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് പട്ടിണിയും പരിവട്ടവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് സംസ്കാരത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല വാക്കുകൾ ഉപയോഗിച്ചാൽ നല്ല വ്യക്തിയാണ്, മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ മൊത്തം ഫാമിലി എന്നാണ് പറയുന്നത്. സംസാര ഭാഷയില് ഈ വാക്കുകൾക്ക് തനതായ അർത്ഥമില്ലെന്ന് പറയണം. അതാണ് ഏറ്റവും വലിയ രസം. എഴുതി വായിച്ചാൽ ശരിയാണ്. സംസാര ഭാഷയിൽ നമ്മൾ പറയണത് അതിൽ വാക്കുകൾക്ക് അർത്ഥം കൊടുക്കുന്നത് രണ്ടാമത്തെ ആസ്പെക്ട് ആയിട്ടുള്ള ബിഹേവിയറിന്റെ ഒന്നാമത്തെ ആസ്പെക്ട് ആണ് വേർഡ്സ്, രണ്ടാമത്തത് ടോൺ ഓഫ് വോയിസ്. ഈ ടോൺ ഓഫ് വോയിസ് ആണ് വാക്കുകൾക്ക് അർത്ഥം കൊടുക്കുന്നത്. നമ്മുടെ സെബാസ്റ്റ്യൻ സാർ, ഞങ്ങളുടെ ഗുരു സെബാസ്റ്റ്യൻ സാറിന്റെ ബുക്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു കാമുകനും കാമുകിയും കൂടെ ഒരു കടൽ തീരത്ത് കുടയുടെ ഒക്കെ പിടിച്ച് അടിയിലിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ കാമുകനൊരു നല്ല രസം തോന്നിയിട്ട് ഈ കാമുകിനെ സ്പർശിച്ചുകൊണ്ട് ഒരു കുസൃതി കാണിക്കും. അപ്പോ കാമുകി പറയും, ഷോ വേണ്ടെന്നേ. അത് എന്താ പറഞ്ഞത്? ഷോ വേണ്ടെന്നേ. എന്താ അർത്ഥം? വേണ്ടെന്നാണോ? മനസ്സിലായവരൊക്കെ ഒന്ന് പറ. വേണ്ടെന്നാണോ? കുഴപ്പമൊന്നും വേണമെന്നാണ് പറഞ്ഞത്. എന്താണ്? വേണ്ടെന്നാണ്. ഇനിയും വേണമെന്ന്. ഇനിയും വേണമെന്ന്. കണ്ട എന്തൊക്കെ അർത്ഥവും എന്നെ നോക്കിയേ. വേണമെന്ന്, ഇനിയും വേണമെന്ന്, ഇനി ആയിക്കോന്ന്, അങ്ങനെ പല അർത്ഥവും വേണ്ടാന്ന് പറഞ്ഞപ്പോ ആയിക്കും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ICT ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഞങ്ങൾക്ക് 3:30 മണിക്ക് ഒരു ചായ ഉണ്ട് അവിടെ. അത് ഒരു ചെറിയൊരു കടി ഉണ്ടാവും, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ട്, ഏതെങ്കിലും ഉണ്ട്. അത് കഴിഞ്ഞ് കുടിക്കും. അത് കഴിഞ്ഞ് 5 മണിയാകുമ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ ഇതേ ബേസിക് കോഴ്സ് ഒക്കെ കൂടാൻ വന്നൊരു രണ്ടാമത് സാറേ നമുക്കൊന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഒത്തിരി നേരം വർത്താനം പറയാം, ചായക്കടയിൽ ഇരിക്കാം. അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കും. അവർ കേട്ടതിനെ പറ്റിയൊക്കെ സംശയങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കും. അപ്പോഴും വീണ്ടും ഒരു ചായ കുടിക്കും. എന്നിട്ട് ഒരു 6:30-7 മണിയാകുമ്പോൾ കലൂരാണ് ഞാൻ താമസിക്കുന്നത്. ICT കളമശ്ശേരിയിലാണ്. ICT ആണ് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിയയുടെ പ്രസ്ഥാനം. നമ്മൾക്കൊക്കെ ഈ പറഞ്ഞ ജീവൻ തിരിച്ചു തന്ന ഒരു പ്രസ്ഥാനം കൂടിയാണത്. അതിലെ ആൾക്കാരാണ് ഫാദർ ജോർജ് കണ്ടത്തില്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛന്റെ അടുത്തുനിന്നും KS സെബാസ്റ്റ്യൻ സാറിന്റെ അടുത്തുനിന്നും ഒക്കെയാണ് ഞങ്ങൾ പഠിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാം, ആർക്ക് വേണമെങ്കിലും. ഒരുപാട് ആൾക്കാർ അവിടെ പഠിപ്പിക്കാനുണ്ട്. അവരുടെ അടുത്തുനിന്ന് ആരുടെ അടുത്തുനിന്നും പഠിക്കാം. പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പൊ അവിടെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വരുമ്പോൾ ഒരു 6:30-7 മണിയാകുമ്പോൾ എത്തുമ്പോഴത്തേക്കും വൈഫ് മിനി വന്നിട്ട് ചോദിക്കും. വരുമ്പോൾ തന്നെ വന്ന് സ്വീകരിച്ചിട്ട് പൂമുഖവാദിക്കൽ സ്നേഹം പുലർത്തുന്നു അല്ലേ, അങ്ങനെയല്ലേ? മേടിക്കും. വേണ്ടി ബാഗ് ഉണ്ടെങ്കിൽ ബാഗ് മേടിച്ചിട്ട് അകത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് ചോദിക്കും, ചായ വേണോ? ചോദിക്കും. അപ്പൊ ഞാൻ പറയും വേണമെന്നില്ല എന്ന് പറയും. അതായത് 2 ചായ കഴിഞ്ഞിട്ടുണ്ട്, വേണമെന്നില്ല എന്ന്. എന്നാലും ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചായ ആയിട്ട് വരും. ഞാനത് വളരെ ആസ്വദിച്ച് ആ ചായ വീണ്ടും കുടിക്കുകയും ചെയ്യും. വേണമെന്നില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതാണ് വേണമെന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമ്മൾക്ക് ആ കറക്റ്റ് ആയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ടോൺ ഓഫ് വോയിസ് ആണ്. 80% നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നതും സോൾവ് ചെയ്യുന്നതും ഈ ടോൺ ഓഫ് വോയിസ് ആണ്. എത്ര ശതമാനം? 80%. ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ജീവിതം വിജയിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. 80% of your problems will be solved if you concentrate only on one aspect called tone of voice. അപ്പൊ അർത്ഥങ്ങൾ ഇങ്ങനെ മാറി 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 വരും. ഒരു ദിവസം ഭർത്താവ് വീട്ടിൽ വൈകി വന്നപ്പോഴത്തേക്കും ഭാര്യ ചോദിച്ചു, എന്താ വൈകിയേ എന്ന് ചോദിച്ചു. അതിന്റെ പേരും പറഞ്ഞ് ഭയങ്കര ഇടി വഴക്കൊക്കെ. അപ്പൊ പിറ്റേ ദിവസം കാലത്ത് അടുത്ത വീട്ടിലെ കൂട്ടുകാരി ഇവളോട് ചോദിച്ചു, ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ, എന്താടി ഇന്നലെ പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട, ഇന്നലെ എന്താ വൈകിയെന്ന് ചോദിച്ചതിനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി. അപ്പൊ കൂട്ടുകാരി വിചാരിച്ച്, എന്റെ പൊന്നെ എന്ത് കാലമാടനാണ് ഇയാള്, എന്താ വൈകിയെന്ന് ചോദിച്ചതിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. എന്റെ ഭർത്താവ് എനക്കാളിലൊക്കെ മെച്ചമുണ്ടെന്നൊക്കെ സമാധാനം. എന്താ വൈകിയെന്ന് ചോദിച്ചത് നമ്മളൊന്ന് എവിടെയെങ്കിലും ഫോണിലാണ് കേട്ടിരുന്നെങ്കിൽ അറിയാൻ പറ്റും ആ ടോൺ ഓഫ് വോയിസ്. നിങ്ങൾ എവിടെയായിരുന്നു, ഏത് പെണ്ണിന്റെ കൂടെയായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, എത്ര നേരം ചൊല്ലി, എത്ര നേരം സല്ലാവിച്ച്, എവിടെയൊക്കെ പോയി, ഇതൊക്കെ ആ ചോദ്യത്തിൽ എവിടെയായിരുന്നു, എന്താ വയ്യേ എന്ന് ചോദിക്കണല്ലുണ്ട്. പിന്നെ വഴക്കില്ലാണ്ടിരിക്കുവോ? അപ്പൊ എന്ത് സമാധാനപരമായിട്ടാണ് ചോദിച്ചത്, എന്താ വയ്യ എന്നുള്ളത്. അപ്പൊ വാക്കുകൾക്ക് അതിൻ്റെതായ അർത്ഥം തനതായിട്ടില്ല. മെഹ്റാബിയൻ തിയറി പ്രകാരം 7% വാക്കുകൾക്ക് അർത്ഥം. 7%. 38% ടോൺ ഓഫ് വോയിസ് ആണ്. ബാക്കി 55% ബോഡി ലാംഗ്വേജ് ആണ്. ഒരു പൈ ചാർട്ട് വരച്ചാൽ 7% വേർഡ്സ്, 38% ടോൺ ഓഫ് വോയിസ്, 55% ബോഡി ലാംഗ്വേജ്. അപ്പോ നമ്മള് ഇതില് മൊബൈലിലൊക്കെ സംസാരിക്കുമ്പോൾ വേറെ ഒന്നുമില്ല.
വേർഡ്സും ടോൺ ഓഫ് വോയിസും മാത്രമേ ഉള്ളൂ. 38% എന്ന് പറയുമ്പോൾ അത് 93% വരും. അത് മാത്രം. ഇപ്പൊ നോക്കി എത്ര ശതമാനം നമ്മളെ പ്രശ്നം ഉണ്ടാക്കാണ്ട്. നിന്റെ പെണ്ണിനോടൊന്നും മിണ്ടാണ്ടി തൊള്ളുറക്കാണ്ട് ഇരിക്കാൻ പറയടാ. എന്താണ് അവളുടെ സൗണ്ട് കേട്ട മനുഷ്യന് ഇറിറ്റേഷൻ ആവും. ചില അമ്മായിമാര് പറഞ്ഞാണ് ആ മക്കളോട്, വന്നേക്കണ പെണ്ണിന്റെ സൗണ്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൗണ്ടാണെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ പിന്നെ ഇങ്ങനെ മരുമക്കളെ പറയുള്ളൂ, അമ്മമായിമാരും ഉണ്ടാണ്ടിരുന്നു, കുഴപ്പമില്ല. നിങ്ങൾ പറയും, നിങ്ങളുടെ അമ്മേനോട് ഇടപെടണം. നിങ്ങൾ നോക്കാനാ കൊണ്ടുവന്നേക്കണത്, നിങ്ങളുടെ അമ്മേനെ നോക്കാനല്ല. ഇതാണ് ആദ്യത്തെ അടി. നിങ്ങൾ ആയിക്കോളാം, നമ്മുടെ പിള്ളേരെ നോക്കാം. അപ്പുറത്തോട്ട് അതിന് വേറെ ആള് നോക്കിക്കോളാം. അപ്പൊ അത് കാരണം ഇപ്പൊ അമ്മമാരും വലിയ കാര്യമായിട്ട് പറയാറില്ല. അപ്പൊ ടോൺ ഓഫ് വോയിസിന്റെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്. ടോൺ ഓഫ് വോയിസിന് 5 മോഡ്യൂൾ വേറെ ഉണ്ട് അപ്പുറത്തോട്ട്. ഇപ്പൊ ബിഹേവിയറിന്റെ മോഡ്യൂളിലാണ് 2 ഞാൻ പറഞ്ഞത്. ഒന്ന് വേർഡ്സും ടോൺ ഓഫ് വോയിസും പറഞ്ഞത്. ടോൺ ഓഫ് വോയിസിലും 5 മോഡ്യൂള്. ഒന്ന് വോളിയം, പയ്യെ പറഞ്ഞ പറൂരി വെക്കും അല്ലെ, പതുക്കെ പറയാൻ അറിയാൻ പാടില്ല. ഓരോ സ്ഥലത്തും അതിന്റെ പ്രത്യേകതയുണ്ട്. എറണാകുളത്ത് പറഞ്ഞ പയ്യെ പറഞ്ഞ പറൂരായിരിക്കും, കോട്ടയത്താരി ചിലപ്പോൾ പാലയായിരിക്കും പറഞ്ഞ. അങ്ങനെ ഓരോരോ സ്ഥലത്തും മാറി മാറി പറയണ്ടാവും. പാവച്ചായിരിക്കും പറയണേ. ചില ആൾക്കാർ പയ്യെ പറഞ്ഞാൽ അത്ര പറയാൻ പറ്റുള്ളൂ, പതുക്കെ പറയാൻ അറിയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾക്കൊക്കെ 5 സെന്റ് സ്ഥലമാണ് ഉള്ളത്. ഈ വീടിന്റെ അടുത്തടുത്തടുത്ത് വീടാണ്. ഇവിടെ നിന്ന് ഞാൻ പതുക്കെ സ്വകാര്യം പറഞ്ഞാൽ പിറ്റേ ദിവസം അവൻ കാണുമ്പോൾ, എന്റെ കൂട്ടുകാരൻ കാണുമ്പോൾ ചോദിക്കും, എന്തോ ഇന്നലെ സ്വകാര്യം പറയണ്ടല്ല, നമ്മളൊക്കെ കേട്ടല്ലോ. സ്വകാര്യമാണ് പറഞ്ഞത്, പക്ഷെ അവർക്ക് മാർക്കറ്റിലൊക്കെ പാട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അങ്ങാടി പാട്ടായി എന്നുള്ളത് അരമന രഹസ്യം. അതേപോലെയാണ് ചില ആൾക്കാർ പറയാൻ അറിയാൻ പാടില്ല. എന്നാൽ വളരെ വേറൊരു കൂട്ടരുണ്ട്, പയ്യെ പറയാനേ പറ്റുള്ളൂ അവർക്ക്. എന്താ പേര്? എന്താ പേര്? എലിസബത്ത് എന്നാ പറയണത്, പക്ഷെ പേര് ഇങ്ങോട്ട് വരില്ല. ഇവിടെ ഞരമ്പൊക്കെ പൊളിഞ്ഞു വന്നുണ്ട്, പക്ഷെ സൗണ്ട് വരില്ല. എന്തോ പിടിച്ചിങ്ങനെ വലിക്കണ പോലെ. നമ്മള് ഈ ടിയറെ മറ്റൊരു കോൺസെപ്റ്റാണ് പറഞ്ഞത്, ബി ആൻഡ് ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. ബി ആൻഡ് ഐ സ്പെഷ്യലിസ്റ്റ്, കണ്ണല്ല ഞാൻ എന്ന വ്യക്തിയാണ് സ്പെഷ്യലിസ്റ്റ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഐ സ്പെഷ്യലിസ്റ്റിന്റെ കണ്ണിൽ കൂടെ കാണണം. ഞാൻ എന്റെ സ്വഭാവം, എന്റെ വോളിയം ഇങ്ങനെയാണോ, കൂടുതലാണോ, കുറവാണോ, ആവശ്യത്തിനുള്ളതാണോ, ഞാൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, ഞാനൊരു കൺസെൻസസ് എടുക്കാൻ തയ്യാറായ ആളാണോ, ഞാനൊരു തവളയാണോ, ഞാനൊരു പാമ്പാണ്, എന്റെ ഇമോഷൻ എന്താ, ഇതെല്ലാം ഐയിലാണ്. ഞാൻ പറയും സബ്ജക്റ്റീവാണ്. മറ്റൊരാളില്ല, ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. മറ്റൊരാളൊക്കെ കൊണ്ടുവരോട്ടെ. നമ്മള് അഡ്വാൻസ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ മറ്റാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, തെറാപ്പി എങ്ങനെ നടത്തണം, കൗൺസിൽ അതൊക്കെ പഠിപ്പിക്കും. പക്ഷെ ഇവിടെ നമ്മൾ സബ്ജക്റ്റീവാണ്. ഇതിവിടെ അത് ബേസിക്കലും അതെ സബ്ജക്റ്റീവാ പഠിപ്പിക്കുള്ളൂ. അപ്പോ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് നോക്കും. രണ്ടാമത് ഈ പറഞ്ഞ പോലെ വോളിയം കഴിഞ്ഞ പിച്ചാണ്. ചിലരുടെ പിച്ച് കേട്ടാൽ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ പറ്റും, അത്ര മോശം പിച്ചാണ്. ആൾക്കാരെ ആ പിച്ചിലാണ് ആൾക്കാർ പറഞ്ഞത് മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പിച്ചാണല്ലോ എന്നാണ് പറയുന്നത്. ടോൺ ഓഫ് വോയിസ് ശ്രദ്ധിക്കണം. നമുക്ക് ഹൈ പിച്ചാണോ, ലോ പിച്ചാണോ, ബേസ് പിച്ചാണോ, ഇഷ്ടംമാരുണ്ട്. ഇത്തിരി ഇതിലായിട്ട് അങ്ങോട്ട് പോയേക്കാം. മൂന്നാമത്തത് പേസ് ആണ്. PACE, പേസ് എന്ന് പറയുന്ന സ്പീഡ്. ചിലർ തൃശ്ശൂർ പൂരത്തിന് മാലപ്പടക്കം കൊട്ടിക്കണമല്ലോ, കേട്ടാ ചട്ടടന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ്. എന്താ പറയണെന്ന് അവനും മനസ്സിലാവൂല, കേട്ടിരിക്കുന്നവർക്കും മനസ്സിലാവൂല. കൂട്ടത്തട്ടും കഴിഞ്ഞ് ചോദിക്കുമ്പോൾ എന്താ കഥ എന്ന് ചോദിക്കും. അതേപോലെ ചില ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 1910, 1970 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമേരിക്കയിൽ പിന്നെ ഇന്ത്യയിൽ വന്ന് അങ്ങനെ എന്ത് മനസ്സിലായി? അത് തന്നെ വളരെ സ്പീഡിൽ പോകുന്നത്. എന്റെ സ്പീഡ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അർത്ഥമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നല്ല കുറെ നാളുകൊണ്ട് ടിയുടെ മറ്റൊരു പ്രത്യേകത, ടിയെ പഠിക്കുമ്പോൾ നമുക്ക് കോൺട്രാക്ട് വെക്കും. ഓരോരുത്തരും എടുത്ത് പഠിക്കുമ്പോൾ ആദ്യം കോൺട്രാക്ട് വെക്കണം. എനിക്കൊക്കെ ഭയങ്കര അറിയപ്പായിരുന്നു. ടിയൊക്കെ ഒരു ഭാഷ ഉണ്ടായിരുന്നു. ആ അറിയപ്പ് കുറക്കണമെങ്കിൽ നമുക്ക് കോൺട്രാക്ട് വെച്ച് ക്ലാസ് എടുത്തിട്ട് ഫീഡ്ബാക്ക് എടുക്കും. കൂടുതലാണോ, കുറവാണോ, പക്കയാണോ, അങ്ങനെ കുറച്ചാണ് നമ്മൾ പല കോൺട്രാക്ട് വെക്കാം. നമുക്ക് അങ്ങനെ ചെയ്തു വരുമ്പോഴത്താണ് നോക്കുന്നത്. ഇനി ചില ആൾക്കാർ വളരെ പതുക്കെ പറയുള്ളൂ. പതുക്കെ എന്ന് വെച്ചാൽ സാവധാനത്തിലേ പറയുള്ളൂ. നമ്മുടെ അച്യുതാനന്ദൻ സഖാവിനെ പോലെ, ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വേറെ വരാം. തുടങ്ങിക്കഴിഞ്ഞു. വോളിയം, പിച്ച്, പേസ്. ഇനി പോസ് ഉണ്ട്. PAUSE, പോസ്. പോസിന്റെ പ്രത്യേകത എന്താണ്? ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നതിന് മുമ്പ് നമ്മള് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ഈ 5 ഘടകത്തിൽ, ഈ 5 മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതെന്ന് വെച്ചാൽ ഈ പോസാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ എല്ലാ അട്രാക്ഷനും കിട്ടും നമുക്ക്. എന്നിട്ട് ആ ഒരു കാര്യം നമുക്ക് പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റും.
പക്ഷെ ചില ആൾക്കാർ എപ്പോ നോക്കിയാലും പോസ്റ്റാണ്. വളരെ പതുക്കെ, ഈ അച്യുതാനന്ദ സഹാവിനെക്കാളും പതുക്കെ പോകുന്ന ആൾക്കാരാണ്. പതുക്കെ അല്ല, അവര് പറയണ വാക്കുകൾക്ക് സ്പീഡ് ഉണ്ടാവും, പക്ഷെ ഇടക്കിടക്ക് ഇന്റർവെൽ ആയിരിക്കും. ഞാൻ ഇന്നലെ ബാംഗ്ലൂരായിരുന്നേ, ട്രെയിനില് കേറിയിട്ടില്ല, ട്രെയിനിലാണ് നിർത്തി, പിന്നെ കയറാൻ പോണം. നമ്മള് ഈ പോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലാണ് പറയേണ്ടത്, പക്ഷെ സകലമാന പോസിലും കൊണ്ടുവന്നിടും. അപ്പൊ നാലാമത്തെ ഘടകം പോസ്റ്റാണ്. പിന്നെ ഒരു അഞ്ചാമത്തെ ഘടകം സംസാരിക്കുമ്പോൾ ഒരു ടൊണാലിറ്റി, അതായത് ഒരു മോഡുലേഷൻ കൊണ്ടുവരണം. അതായത് താളാത്മകത. ചില വാക്കുകൾക്ക് സ്ട്രെസ് കൂട്ടി പറഞ്ഞ് ചിലതിന് ഒഴുക്കം രീതിയിൽ പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്താണ്, മൊണോട്ടോണസ് ആയിട്ട് പറയാതെ ഒഴുക്കിൽ ഒരു താളാത്മകത ഇങ്ങനെ കയറ്റി ഇറക്കിയൊക്കെ കൊണ്ടുവന്ന വളരെ വളരെ. ഈ ടോൺ ഓഫ് വോയിസിലെ 5 ഘടകങ്ങളാണ് ഇത് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകുന്ന നമ്മൾ ചെക്ക് ചെയ്യണം. ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ്. ഇത് മാത്രമല്ല, ഇവിടെ പറയുന്ന ഓരോ കാര്യവും നമ്മൾ ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റാണ്. തിരിച്ച് ബിഹേവിയറിൽ വേർഡ്സ്, ടോൺ ഓഫ് വോയിസ്. മൂന്നാമത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ. ബിഹേവിയറിന്റെ പൊടിയിലാണ് കേട്ടോ ഫേഷ്യൽ എക്സ്പ്രഷൻ. കണ്ണ്, ചുണ്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നോക്കുക, ഇങ്ങനെ തുറച്ചു നോക്കിയാൽ മതി, ആൾക്കാർക്ക് അറിയാൻ മനസ്സിലാവും എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിള്ളേരോടൊക്കെ അല്ലെ ഭാര്യനോട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവര് മിണ്ടൂല്ല. പിന്നെ അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ. ഇപ്പൊ പിന്നെ ഭാര്യ നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവ് മിണ്ടൂല്ല. അതാണ് നേരത്തെ പറഞ്ഞ പോലെ. അതും നമ്മൾ ശ്രദ്ധിക്കണം. മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് നോക്കുക. അപ്പൊ കണ്ണുകൊണ്ട്, ചുണ്ടുകൊണ്ട് ഒക്കെ. ചിരിക്കണ മുഖമാണ് ഏറ്റവും വലിയ മുഖം. എത്ര ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ചിരിച്ചില്ലെങ്കിൽ ആ ബ്യൂട്ടിഫുൾ അല്ല. ആ ലേഡിയെ ബ്യൂട്ടിഫുൾ അല്ല, ആ ജെന്റിൽമാനും ബ്യൂട്ടിഫുൾ ആണ്. ചിരിക്കണം മുഖം. അതുകൊണ്ട് നമ്മൾ ചിരിച്ച് പഠിക്കണം. കണ്ണാടിയുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾ എക്സ്ട്രാ ചെലവാക്കണം. മേക്കപ്പിനല്ല, ചിരിക്കാൻ. ഇമോഷൻ ഇവിടെ വന്നേക്കണ കാരണം നമുക്കറിയാൻ പറ്റില്ല. ഈ കണ്ണ് ഇങ്ങനെ നോക്കാൻ പോലെ മുഖം കാണൂലല്ലോ. അപ്പൊ കണ്ണില് ഈ കണ്ണാടിയിൽ നമ്മള് ഇമോഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നോക്കുക. ചില ആൾക്കാരൊക്കെ 5 മണിക്ക് ഞാൻ വരും കേട്ടോ, 5:30 കറക്റ്റ് എത്തിയിരിക്കും, നീ റെഡിയായി നമുക്ക് സിനിമക്ക് പോവാ. 5:35 ആയിട്ടുണ്ടെങ്കിൽ മുഖം അങ്ങോട്ട് വീർക്കാൻ തുടങ്ങും. എന്തിനാ മുഖം വീർക്കണത്? ഇവർക്ക് അറിയാൻ പാടില്ല, ചെറിയ കാര്യമാണ്, കുറച്ച് വീർപ്പിച്ചാൽ മതി. പക്ഷെ ഇവരിങ്ങനെ വീർപ്പിച്ച് പഠിച്ചേക്കണത് തവള വീർക്കണമല്ലോ, മുന്നാട് വീർക്കും. അതോടുകൂടി തീർന്ന്. ഭർത്താവ് വരുമ്പോ ഇവൾക്ക് എന്ത് ഇത് പറ്റിയെന്ന് ഒരു പിടി കിട്ടൂല. പക്ഷെ ഈ പെണ്ണിനും അറിയില്ല എന്താണ് എന്തോരാണ് ഞാൻ കാണിക്കണെന്നുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണല്ലോ ഇതൊക്കെ തന്നേക്കണത്. ചെറിയൊരു കാര്യമാണ്, കുറച്ച് കാണിച്ചാൽ മതി. പക്ഷെ എന്റെ ഫേഷ്യൽ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ വന്നത്. അപ്പൊ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ 10 മിനിറ്റ് ചെലവാക്കിക്കോ. ചിരിക്കുക. ചിരിച്ച് എന്റെ ഇതേപോലെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ചിരിക്കണതിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് സന്തോഷിപ്പിക്കണതിന്റെ കാര്യം പറയും. അതായത് നമ്മുടെ ഇവരുണ്ട്, പൂമുഖവാദിക്കൽ നിന്നുള്ള ആ ജൂലിയസ് സീസറിന്റെ മാർക്ക് ആന്റണിയുടെ ഒക്കെ കഥയുണ്ട്. ആരാണ് ആ ഹീറോയിൻ? അറിയാമോ? ജൂലിയസ് സീസറിന്റെ കാമുകി അറിയില്ലേ? ക്ലിയോപാട്രയുടെ ഒരു വെർഷൻ, വേറിട്ടൊരു വെർഷൻ കേൾപ്പിക്കാം. ഇത് ഇതിനകത്തുള്ളതല്ല, വേറൊരു ഞാൻ ഇതിനകത്ത് കേട്ടതും വായിച്ചതുമാണ്. ക്ലിയോപാട്രേന ചേട്ടനും ചേച്ചിയും കൂടെ പുറത്താക്കും. 18 വയസ്സുള്ള കേട്ടോ. അപ്പൊ നമ്മൾ കാണിക്കണ പോലെ അതിവ ഭയങ്കര സൗന്ദര്യമൊന്നും അല്ല ക്ലിയോപാട്ര. അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. കളർ കൊണ്ടും അല്ലെങ്കിൽ ഇതുകൊണ്ടും. പക്ഷെ ലിംഗ്വിസ്റ്റിക് ആയിരുന്നു, ഭയങ്കര വാക്ചാതുര്യായിരുന്നു. ലാംഗ്വേജ് 7 ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയും. ഭയങ്കര ഡ്രസ്സിങ് ആയിരുന്നു. അങ്ങനത്തെ ഉള്ള ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. ഭയങ്കര സെന്റ്, പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കണം, അങ്ങനത്തെ ഒക്കെയാണ് ഇവള്. അപ്പൊ ഇവള് ജൂലിയസ് സീസർ അന്ന് ചക്രവർത്തിയാണ്, രാജാവും കൂടിയല്ല. അവിടെ എൻ്റർ ചെയ്യുന്ന ഒരു സമയത്ത് ഇവള് ആ സോൾജിയേഴ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇയാളുടെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കും. ഇയാള് വലിയൊരു പടുകൂറ്റൻ രഥത്തിലാണ് വന്നത്. അപ്പൊ ഇയാൾക്ക് കാണാം ഈ എൻട്രി ചെയ്യുന്നിടത്ത് ആ ചെറിയ സൈന്യത്തിന്റെ അവിടെ ചെറിയ, അപ്പൊ അച്ചടി ഇട്ട പോണല്ല, യന്ത്രം പോണ പോലെയാണ് പോകണം. അപ്പൊ അവിടെ ചെറിയൊരു കശവച്ച് ഇറക്കണ കാണാം. ഇയാൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്താന്ന് ചോദിക്കും പറയും ഇവിടുത്തെ രാജ്യത്തെ പഴയ രാജാവിന്റെ മകളാണ്, അവളെ പുറത്താക്കിയിട്ട് അവൾക്ക് അങ്ങേയും മുഖം കാണിക്കണം എന്നാ പറയുന്നത്. ശരി, സമയം കൊടുത്തോളാൻ പറയും. അവൾ പോകും. പിന്നെ സമയം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവൾ എടുത്ത സ്ട്രാറ്റജിയാണ് ജൂലിയസ് സീസറിന്
ഇവളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനും അവള് മാത്രമായിട്ട് ഒതുങ്ങാനായിട്ടുള്ള കാര്യം എന്നാ പറയുന്നത്. എന്താണ് ആ സ്ട്രാറ്റജി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കൂലേ ജൂലിയസ് സീസറിനെ എത്രയും കൂടുതൽ ഹാപ്പി ആക്കിയാലാണ് ആൾക്കാർക്ക് എപ്പോ നോക്കിയാലും അയാൾക്ക് വരണം. അല്ല, ജൂലിയസ് സീസറിനല്ല, ഇവിടെ ആക്കണം. ജൂലിയസ് സീസറിനെ ഹാപ്പി ആക്കാനായിട്ട് എല്ലാവരും ചെയ്യും. പക്ഷെ ഈ ക്ലിയോപാട്ര ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാൻ ജൂലിയസ് സീസറിന്റെ അടുത്തുണ്ടാവുമ്പോൾ ഞാൻ 100% ഹാപ്പി ആയിരിക്കും. ക്ലിയോപാട്ര 100% ഹാപ്പി ആയിരിക്കും. ക്ലിയോപാട്ര 100% ജൂലിയസ് സീസറിന്റെ അടുത്തുള്ള ഓരോ സെക്കൻഡും ഞാൻ ഹാപ്പി ആയിരിക്കും. രണ്ട് തീരുമാനം. ഞാൻ 100% ഹാപ്പി ആയിരിക്കും, ഓരോ സെക്കൻഡും അടുത്തുള്ളപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും. എന്താണ് റിസൾട്ട്? എന്താണ്? എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചക്രവർത്തിക്ക്. പക്ഷെ എപ്പോഴൊക്കെ ഒരു സമാധാനം വേണം, സന്തോഷം വേണം എന്ന് വിചാരിക്കുമ്പോ അയാൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് ക്ലിയോപാട്ര. നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയാണ്. നമ്മൾ നടക്കുന്ന ഫീൽഡിൽ, നമ്മളുടെ വീട്ടില്, ഭർത്താവ്, നമ്മുടെ മക്കളുടെ അടുത്ത് ഞാൻ അങ്ങനത്തെ ഒരു അപ്പനാണ്, അച്ഛനാണ്. എൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ അങ്ങനത്തെ ഒരു ഭർത്താവാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനത്തെ ഒരു ടീച്ചറാണ്. ഞാൻ എൻ്റെ അടുത്താണ് ആ കുട്ടികൾ ഓടി വരുന്നത് പ്രശ്നമായിട്ട്. എപ്പോഴും എന്തായാലും എനിക്ക് ആ ടീച്ചറുണ്ട്, അവിടെ പോകാമെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ക്ലിയോപാട്രയുടെ ഒരു പടമെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇടുകയെ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ എടുത്തിട്ട് ഒട്ടിച്ചു വെക്കുക. മനസ്സിൽ എഴുതി വെച്ചോ, ഐ ആം ക്ലിയോപാട്ര ഇൻ മൈ ഫീൽഡ്. ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? ആരും മിണ്ടല്ല, ബുദ്ധിമുട്ടാണല്ലോ ചെയ്യാൻ. ശ്രമിക്കാം സർ. ശ്രമിക്കലില്ല. സൈക്കോളജിയിൽ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഐ ആം നോട്ട് ഗോയിങ് ടു ഡു. യെസ് ഉണ്ട്, കറക്റ്റ്, വെരി ഗുഡ്. യെസ്, അതാണ് വേണ്ടത്. അതിന് ഉദാഹരണം എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്? ഇപ്പൊ നമ്മള് ഇവിടെ ഒരു പെന്നുണ്ട്, ഒരു പെണ്ണെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കും, എന്നിട്ട് പറയും പഠിക്കാൻ വേണ്ടി കേട്ടാ, എന്നിട്ട് ടേക്ക് ഇറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കും, യെസ് ടേക്ക് ഇറ്റ്, ഐ ടുക്ക് ഇറ്റ്. എന്നിട്ട് വീണ്ടും വെച്ചിട്ട് ട്രൈ ടു ടേക്ക് ഇറ്റ് എന്ന് പറയും. അപ്പൊ എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ? എടുക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ വേറെ ടുക്കിറ്റായി. അപ്പൊ ട്രൈ ടു ടേക്ക് ഇറ്റ്. അപ്പൊ ഇംഗ്ലീഷിലല്ല, ഇംഗ്ലീഷിൽ നമുക്ക് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഒക്കെ പറയാം. പക്ഷെ സൈക്കോളജി സ്റ്റുഡൻസ് എന്നുള്ള ആൾക്ക് ഐ വിൽ ട്രൈ ഇല്ല, ഐ വിൽ ഡു ഇറ്റ്. കറക്റ്റ്, ഐ വിൽ ഡു ഇറ്റ്. അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു ക്ലിയോപാട്ര ആകണം എന്നുള്ള ധൈര്യത്തോടു കൂടി നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷനിൽ വന്ന് ചിരിക്കണ മുഖമായിരിക്കണം വേണ്ടത്, ഹാപ്പി ആയിരിക്കണം. എൻ്റെ അടുത്ത്, എൻ്റെ ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആൾക്കാർ വരണം. ഞാനൊരു ടീച്ചർ ആണെങ്കിൽ എൻ്റെ അടുത്ത് വരണം. എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും രക്ഷയായിട്ട് ഞാൻ നിൽക്കണം, സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റണം. എല്ലാത്തിനും ഞാനൊരു ക്ലിയോപാട്ര ആയിരിക്കണം. ഫേഷ്യൽ എക്സ്പ്രഷൻ കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റേഴ്സ്, കൈമുദ്രകൾ, കൈ കാണിക്കുന്ന രീതി. അച്ചട്ടണ്ട തിലകം കാണിക്കണല്ലേ, കണക്കാണ് അല്ലെ, മറ്റേ ബിന്ദു ലോകത്തിന്റെ അത് പറയണത് അല്ലെ. അതേപോലെ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്, കാണിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞ ഉള്ളിലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇതൊക്കെ സൈക്കോളജി പിള്ളേരാ, കുഴപ്പമില്ല, അവരൊക്കെ നല്ല സ്ട്രോങ്. അങ്ങനെയുണ്ട് കൈ വെച്ചിട്ടുള്ള മുദ്രകള്, ബോഡി പോസ്റ്റർ ഉണ്ട്. ജസ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റർ, നിൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള ഘടന. പോസ്റ്റർ, നിൽക്കുന്ന നടക്കണ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നിട്ട് നമ്മളിങ്ങനെ ലേറ്റ് ആയി പോയിടണം, ഇങ്ങനെ നോക്കും, ടെൻ 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 ആരാളെന്ന്. എന്നിട്ട് ഒരാളുടെ അടുത്തോട്ട് ചെന്നിട്ട് സർവേ ടിക്കറ്റ്. അതിക്ക് മുമ്പിലും ആൾക്കാരുണ്ട്, പിമ്പിലും ഉണ്ട്. പക്ഷെ അമ്മ അവരുടെ അടുത്തോട്ടൊന്നും പോകില്ല, കറക്റ്റ് ഫിറ്റ് ആകുന്ന സ്ഥലത്തേ വന്ന് മേടിക്കുള്ളൂ. ഇരിക്കുന്ന ബാങ്കിന്റെ അടിയിൽ, ബാങ്കില് മേ ഹെൽപ്പ് എന്ന് പറഞ്ഞ് ബോർഡ് ഇട്ടിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ പോകില്ല. അവന്റെ ഇരിപ്പ് കണ്ടാൽ നമുക്കറിയാം, ഇങ്ങോട്ട് വന്നാൽ നിന്നെ ചവിട്ടെന്ന് പറഞ്ഞാൽ അവനവിടെ ഇരിക്കണത്. അവന്റെ ഫേഷ്യൽ എക്സ്പ്രഷനും കാലുമ കാലി വെച്ചുള്ള ഇരിപ്പും കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കണത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കും അവിടെ. അതപ്പൊ മാഡത്തിന്റെ ഫേസിന് കുഴപ്പമില്ല, മാഡം ഇതെന്താ ചെയ്യേണ്ടത്, ഈ RTGS എങ്ങനെ അയക്കേണ്ടത്. അപ്പൊ അവിടെ മേ ഹെൽപ്പ് യു എന്ന് എഴുതുന്നുണ്ട്. ഇനി ഇംഗ്ലീഷ് അതേപോലെ മലയാളത്തിലുണ്ട്, ഞാൻ താങ്കളെ സഹായിക്കട്ടെ. അതുകൊണ്ട് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ ഇങ്ങോട്ട് വന്നാൽ നിന്നെ തട്ടുന്നും പറഞ്ഞാണ് അവനവിടെ ഇരിക്കണത്. അവന്റെ ഇരിപ്പും ഘടനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജന്മത്ത് നമ്മൾ ആ ബാങ്കിലേ പോകൂല. അതാണ് ഇങ്ങനത്തെ ഒരാളാണോ ഞാൻ, ബിയാൻ ഐ സ്പെഷ്യലിസ്റ്റ്, എന്റെ അടുത്തോട്ട് ആൾക്കാർ വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകത. ഏത് കാറ്റഗറി ആണെങ്കിൽ, നിങ്ങളൊരു ടീച്ചറാണോ, നിങ്ങളൊരു വൈദ്യനാണോ, അല്ലെങ്കിൽ ഡോക്ടറാണോ, എന്ത് വേണം. ഈവൻ ഒരു ട്രെയിനർ ആണെങ്കിൽ എന്റെ കൺസെപ്റ്റ് അതായിരിക്കണം. ഒരു ട്രെയിനറിനെ പറ്റി ഒരു ട്രെയിനിങ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റീഫൻ മറീസിന്റെ അടുത്ത് വരണമെന്ന്. അതാണ് ഐ ഷുഡ് ബി എ ക്ലിയോപാട്ര ഇൻ ദാറ്റ് ഫീൽഡ്. അങ്ങനെ ചെയ്യണം.
അപ്പോ മൊഡ്യൂൾ ഇതാണ്: വേർഡ്സ്, ടോൺ ഓഫ് വോയിസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ജെസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്. 5 ഘടകങ്ങള്. ടോൺ ഓഫ് വോയിസ് ഏറ്റവും പ്രശ്നക്കാരൻ, 80% പ്രോബ്ലം സോൾവ് ചെയ്യാനും ഉണ്ടാക്കാനും ഉള്ളവൻ. ഒരു മൂളൽ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാം, ഒരു മൂളൽ കൊണ്ട് സോൾവ് ആക്കാം. അവനെ നമ്മൾ വീണ്ടും 5 മൊഡ്യൂൾ പഠിച്ചു. അവന്റെ വോളിയം, പിച്ച്, ബേസ്, പോസ്, മോഡുലേഷൻ. ഇനി എങ്ങനെ സാറേ, ചോദ്യോത്തര പങ്ക്തിയാണോ? 8:30 ആയിക്കോട്ടെ സാർ, ഇനി ചോദ്യോത്തരത്തിലേക്ക് പോവാം അല്ലേ? പോവാ. സിനിമ ഇപ്പൊ കളിയെന്തോരം എന്ന് ചോദിക്കണ്ടോ ആൾക്കാർ? ഇനി ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും കൂടുതൽ പറയാം ഞാൻ, കുഴപ്പമില്ല. ഓക്കെ. സോ സ്റ്റീഫൻ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ ആഴത്തിൽ നമ്മളെ ഒന്ന് പരിശോധിക്കാൻ ഒരു അവസരം സാറ് നൽകി. പല തലങ്ങളിൽ, പല ഘട്ടങ്ങളിൽ ഒത്തിരിയും സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു കൊച്ചു മാതൃക എന്ന് പറയുന്നത് നമ്മൾ തവളയാണോ തേളാണോ എന്ന് സാർ ചോദിച്ചത്. തീർച്ചയായിട്ടും ഇത് രണ്ടും മോശമാണ്, പക്ഷെ അത് അറിയണം നമ്മൾ ഏതാണെന്ന്. രണ്ടാമത്തെ ആ കൊച്ചു മാതൃക, മാനസിക മാതൃകയിലേക്ക് വന്നപ്പം ഫൈറ്റാണോ, ഫ്ലൈറ്റാണോ, ഫ്രീസാണോ, ഇത് ഏതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റാറ്റസ്? അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് 3 മോശമാണ്, പക്ഷെ ഇതിലേതാണ് നമ്മൾ ചെന്നെത്തുന്നത് തിരിച്ചറിയണം. മൂന്നാമത്തെ തലത്തിലേക്ക് വന്നപ്പം സാർ പറഞ്ഞത് തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ, ഇതിൻ്റെയൊക്കെ ഓണർ ആരാണ്? സാർ പറഞ്ഞു ബി ആൻ ഐ സ്പെഷ്യലിസ്റ്റ്. താങ്ക് യു സാർ, വളരെ സന്തോഷം. വളരെ മനോഹരമായൊരു സെഷൻ. മനോഹർ സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഓക്കെ. ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ആകുന്നില്ലേ? ചോദിച്ചോളൂ. ചോദ്യമല്ല, വളരെ നല്ല സെഷൻ സർ. ഓക്കെ സാർ, ഓക്കെ സാർ. താങ്ക് യു. ഇപ്പോ സ്റ്റീഫൻ സാറിന്റെ ക്ലാസ് വളരെ സന്തോഷകരമായ ഒരു ക്ലാസ് ആയിരുന്നു. വളരെ ആകർഷകമായ രീതിയിൽ സ്റ്റീഫൻ സാറ് എന്താണ് എനിക്കൊന്നും പറയാനില്ല, അത്രത്തോളം രസകരമായിട്ട് ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ. ടി എന്റെ ഒരു ആശാനാണ്. ടി എ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതിനു മുമ്പേ സ്റ്റീഫൻ സാറിന്റെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അഡ്വാൻസ് സെക്ഷനിലേക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇത് കൗൺസിലിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, ട്രെയിനിങ് രംഗത്ത് ഏതൊരു ഫീൽഡിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു സൈക്കോളജിക്കൽ മോഡലാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എറിക് ബേണിന്റെ അവതരിപ്പിച്ച ഈ സിദ്ധാന്തം പാരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്ന 3 ഈഗോ സ്റ്റേറ്റ് മുഖേന ആശയവിനിമയങ്ങളെ എങ്ങനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ സാറ് വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും, പ്രതികരിക്കുന്ന ഓരോ രീതിയും തന്നെ ഈ ഈഗോ സ്റ്റേറ്റിന്റെ സ്വാധീനത്തിലാണെന്ന് എറിക് ബേൺ പറഞ്ഞ അതേ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ സാറ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ ആയുള്ള ഒരു ടീമിന് കൊടുക്കേണ്ട ഒരു നല്ല ക്ലാസ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പോലെ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ നമ്മുടെ ബന്ധം ശക്തമാക്കുന്നു എന്നത് അടിവരയിട്ട് സാറ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡ് ട്രാൻസാക്ഷൻ സംഘർഷം ഉണ്ടാക്കുന്നു എന്നും അൾട്ടീരിയർ ട്രാൻസാക്ഷൻ ഒളിഞ്ഞ സന്ദേശങ്ങൾ നൽകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളൊക്കെ നേരത്തെ ചില ടീയൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് പറയാണ് കേട്ടോ. ഇപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ക്ലയന്റിന് മുമ്പിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം, അത് ഏതോ ഈഗോ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അവരോട് പെരുമാറണം ഒക്കെ നമുക്ക് അറിയാം. നമ്മളൊക്കെ ഇതിൽ ഈ പ്രൊഫഷണൽ രംഗത്ത് പരിചിതരായതുകൊണ്ട് നമുക്ക് അറിയാമെങ്കിലും ഈ വളരെ ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് വളരെ അധികം സന്തോഷം ഉണ്ടാക്കുന്ന, അതുപോലെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന, അറിവ് പകരുന്ന ഒരു ക്ലാസ്സാണ് സാർ ഇവിടെ തന്നത്. അതായത് നമ്മളെ എപ്പോഴും ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഇന്നത്തെ ഇപ്പൊ നമ്മുടെ സംഘടനാ രംഗത്തായാലും ഒക്കെ ഏത് ഭാഗത്തും നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകേണ്ടതാണ്. അപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ ഒരു പ്രഗത്ഭനായ ഒരാളെ നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ ഇവിടെ കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. അത് സാറിന് ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ തന്നെ സാറ് എന്നോട് ചോദിച്ചൊരു കാര്യം, ഞാൻ എത്ര നേരം സംസാരിക്കണമെന്നായിരുന്നു. നമ്മൾ സാധാരണ ഇവിടെ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ നമ്മൾ ഒപ്പിച്ച് സംസാരിക്കുന്ന ആളുകളാണ് സാധാരണ ഇവിടെ ഉള്ളത്. പക്ഷേ സാർ ഇവിടെ 1.5 മണിക്കൂറിൽ കൂടുതൽ സംസാരിച്ചിട്ടും നമുക്ക് ഒരു വിരസത അനുഭവപ്പെട്ടില്ല. ഇനിയും സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പുറം എന്താണ് പറയുക, നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം വളരെ പൊടിയായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ 30-40 ആൾക്കാർ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഇത്തരം ക്ലാസ് ഇവിടെ തയ്യാറായ ശ്രീ സ്റ്റീഫൻ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. PCT-യുടെ
പേരിൽ നന്ദി പറയുന്നു. ഇവിടെ ഈ ക്ലാസ്സിൽ ഇത്ര നേരം വളരെ ശ്രദ്ധാപൂർവം വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി സർ. താങ്ക് യു സർ. സാബു സാറിനും താങ്ക് യു മനോഹർലാൽ സാർ. തീർച്ചയായിട്ടും താങ്ക് യു. എറണാകുളം ജില്ലയാണ് ഇന്ന് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചത്. അതോടൊപ്പം വിജയരാമൻ സാറിന് സ്വാഗതം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് നമുക്കൊരു നന്ദി പ്രകടനം നടത്താം. അതിനുശേഷം തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുവേണ്ടി എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ജോൺ ബേബി സാറിനെ ഞാൻ വിളിക്കാൻ. ജോൺ ബേബി സാർ, അൺമ്യൂട്ട് ചെയ്യൂ സാർ. Unmute you, sir. Yeah, unmuted. Okay. You can hear me, no? Okay. Yes, very well. Yeah, okay. Thank you. Thank you so much. First of all, ഞാൻ എൻ്റെ സാബു സാറിന് വളരെ താങ്ക് യു പറയണം. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും 1-2 മീറ്റിംഗ് ഫുൾ ടൈം ഓർഗനൈസ് ചെയ്ത് ആൾക്കാരെ എൻലൈറ്റും ചെയ്യുന്ന സാബു സാറിന് വളരെ പ്രത്യേകം നന്ദി. അതുപോലെ മനോഹർ സാർ പ്രസിഡന്റ് ഇത്രയും തിരക്കിൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന വലിയ ഒരു നല്ല സംഭവമാണ്. ഞങ്ങൾക്കൊക്കെ വളരെയധികം മോട്ടിവേഷനും ഇൻസ്പിറേഷൻ തരുന്നൊരു കാര്യമാണ്. സ്റ്റീഫൻ സാറിന്റെ ക്ലാസ്സിനെ പറ്റി ചുരുക്കി പറയാൻ കാരണം വൈകിയ നേരം കൊണ്ട് ഞാൻ അധിക സമയം എടുക്കുന്നില്ല. ഒരു 6 മാസം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ സ്റ്റീഫൻ സാർ 1.5 മണിക്കൂറിനോട് നമുക്ക് പറഞ്ഞു തന്നു. അതും വളരെ ലാളിത്തോടെ ചിരിച്ചുകൊണ്ട് കഥകളിലൂടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തന്നു. നമുക്കതെല്ലാം ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തവളയുടെയും തേളിൻ്റെയും കഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താ കാണിക്കുന്നത്? നമ്മുടെ തേളിൻ്റെ കഥ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ കണ്ടീഷൻഡ് മൈൻഡാണ്. സൈക്കോളജി പറയുന്ന കണ്ടീഷൻഡ് മൈൻഡ്. ഒരു കാലഘട്ടം കൊണ്ട് നമ്മുടെ മൈൻഡെല്ലാം കണ്ടീഷൻഡ് ആവും. ഇതിങ്ങനെ ആവുള്ളൂ, ഇതിങ്ങനെ ശരിയാവുള്ളൂ, ഇതേ ശരി, കട്ടത് ചത്തത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുമാതിരി നമ്മളങ്ങ് നേരത്തെ അഡ്വാൻസ് ആയിട്ടൊക്കെ ഡിസൈഡ് ചെയ്താണ് ഇന്നത് സംഭവിച്ചാൽ അത് ഇന്നയാളായിരിക്കും, ഇന്നത് സംഭവിച്ചാൽ എന്ന രീതിയിൽ നടക്കുകയുള്ളൂ. നമ്മളൊരു കണ്ടീഷൻഡ് മൈൻഡാണ്. അത് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ പറ്റും. ഈ കണ്ടീഷൻഡ് മൈൻഡ് നമ്മുടെ അവയർനെസ് വരണം. നമ്മുടെ മൈൻഡ് പലപ്പോഴും കണ്ടീഷൻഡാണ്. അതാണ് ഒരു ഓപ്പൺ മൈൻഡ് നമ്മളെപ്പോഴും പറയുന്നത്. നമ്മളൊക്കെ പ്രസംഗിക്കുകയും ചെയ്യും ഓപ്പൺ മൈൻഡിനെ പറ്റി. പക്ഷെ നമ്മൾ പലപ്പോഴും ഓപ്പൺ മൈൻഡ് അല്ല. കാരണം നമ്മുടെ മൈൻഡ് കണ്ടീഷൻഡാണ്. അത് വളരെ ഒരു നല്ല എക്സാമ്പിളാണ്. പിന്നെ സ്റ്റീഫൻ സാറ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഹാപ്പിനെസ് ഈസ് വിത്തിൻ യുവർസെൽഫ്. ഹാപ്പിനെസ് അൺഹാപ്പിനെസ് രണ്ടും വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ആളെ നമ്മളെ അൺഹാപ്പി ആക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വെറും അവരുടെ കയ്യിലിരുന്ന് കളിക്കുന്ന ഒരു പാവയായി മാറുവാണ്. ചൈനീസ് ഡോളുണ്ട്, നമ്മൾ ചാവി കൊടുത്തിട്ട് മേശമേൽ വെച്ചാൽ കുറച്ചു നേരം ഡാൻസ് ചെയ്യും, ചാവി കഴിയുമ്പോൾ അത് നിൽക്കും. നമ്മളും മറ്റുള്ളവരുടെ വാക്കുകളിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ സങ്കടപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും ആണെങ്കിൽ നമ്മളും അങ്ങനെ ഒരു ഡോളായി മാറുകയാണ്. അവർ ചാവി തന്നാൽ നമ്മൾ ഉടനെ സങ്കടപ്പെട്ടു കരഞ്ഞു, അല്ലെങ്കിൽ അവർ ചിരിച്ച് കൈകൊട്ടിയാൽ നമ്മൾ ഉടനെ ചിരിച്ചു. അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം അഡ്വേഴ്സായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ്. മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് മൈ ഹാപ്പിനെസ് ഈസ് മൈ പ്രൊർഗേറ്റീവ്. ഇറ്റ് ഈസ് മൈ പ്രൊർഗേറ്റീവ് ടു ബി ഹാപ്പി. വേറെ ആരുടെ അല്ല. രാവിലെ എണീക്കുമ്പോഴേ പറയുക, വാട്ട് എവർ ഹാപ്പൻസ് ടുഡേ ഐ വിൽ ബി ഹാപ്പി എന്നൊരു സ്ലോഗൻ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയാൽ ആൻഡ് കീപ് മെയിൻറ്റെയിനിങ് ദാറ്റ്, ഐ വിൽ ബി ഹാപ്പി വാട്ട് എവർ ഹാപ്പൻ. അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും സന്തോഷമായിരിക്കാൻ പറ്റും. കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഹാപ്പിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാരണം. അപ്പോൾ ലെറ്റ് us റിയലൈസ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് വിത്തിൻ അവേഴ്സെൽസ് ആൻഡ് we have the key to our happiness. അത് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സ്റ്റീഫൻ സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞത് നമ്മുടെ ഐൻസ്റ്റൈൻ്റെ വേർഡ്സ് ആണ്. വളരെ മീനിങ് വേർഡ്സ് ആണ്. ഡൂയിങ് ദ സെയിം തിങ് അഗെയിൻ ആൻഡ് എക്സ്പെക്ടിങ് എ ഡിഫറെൻറ്റ് റിസൾട്ട് ഈസ് ഇൻസാനിറ്റി. ലാസ്റ്റ് വേർഡ് ഈസ് സംതിങ് വെരി സീരിയസ്. ഇറ്റ് ഈസ് ഇൻസാനിറ്റി. നമ്മൾ പലപ്പോഴും ഇന്നലെ ചെയ്തു ഇന്ന് ചെയ്തു,
ഇന്ന് ചെയ്ത് ഇന്ന് നാളെ ചെയ്തു, ഇന്ന് കുട്ടികളോട് ഉപദേശിച്ച് അതേ ഉപദേശം നാളെ കൊടുത്തു, മറ്റന്നാൾ അതേ ഉപദേശം കൊടുത്തു. എന്നിട്ട് നമ്മൾ കുട്ടികൾ മാറും, പിള്ളേർ മാറും, നന്നാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഇൻസാനിറ്റിയാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ ഉപദേശം കൊണ്ട് കുട്ടികൾക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ വി ഹാവ് ടു ചേഞ്ച്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ചേഞ്ച് ചെയ്യണം. പല പാരൻസും പറയണം ഇവനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല, ഇവനെ എത്ര ഉപദേശിച്ചിട്ടും പ്രയോജനമില്ലെന്ന്. നമ്മൾ പറഞ്ഞത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ചേഞ്ച് ആവില്ല. അപ്പൊ എന്താ, നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ വർത്തമാന ഉപദേശം, നമ്മുടെ പ്രവൃത്തികൾ മാറ്റി പിടിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും റിസൾട്ട് ഉണ്ടാവുകയില്ല. പിന്നെ അവയർനെസ് പറ്റി വളരെ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി ഫാന്റാസ്റ്റിക് തിയറിയാണ് അവയർനെസ്. നമ്മുടെ അവയർനെസ്, അതുപോലെ ഫാമിലി ഹാപ്പിനെസ്, ഈ ഫാമിലി കൗൺസിലിംഗ് വരുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്. അത് സ്റ്റീഫൻ സർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇഫ് ദ ഹസ്ബൻഡ് ഫെയിൽസ് ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് ദ ഫാമിലി. വെൻ ദ വൈഫ് ഫെയിൽസ് ഇറ്റ് ഈസ് ദ ഫെയിലിയർ ഓഫ് ദ ഫാമിലി. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനുള്ള പിടിവാശിയും വാദങ്ങളും എപ്പോഴേ നിർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ തോൽപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ്, നമ്മളെ അല്ല, മറ്റുള്ളവരെ അല്ല. അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ ഇതിനിടയ്ക്ക് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞാലോ ഒരു മാസം പറയേണ്ട സബ്ജക്റ്റാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് സ്റ്റീഫൻ ടച്ച് ചെയ്തു. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മുടെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുക മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. നമുക്ക് വി കനോട്ട് കറക്റ്റ് എ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ഐഡന്റിഫൈ, അവരിൽ നിന്ന് മാറി നിൽക്കുക. ഇല്ലെങ്കിൽ വി വിൽ ബി സ്ലോലി കില്ലിങ് അവേഴ്സൽസ്. നമ്മളല്ലാതായി തീരുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകരുത്. പിന്നെ മാനിഫെസ്റ്റേഷൻ ഓഫ് ബിഹേവിയർ സ്റ്റീഫൻ സർ വളരെ നന്നായിട്ട് എടുത്തു. 7% വേർഡ്സും 38% തോട്ട്സും 55% ബോഡി ലാംഗ്വേജും നമുക്ക് പലപ്പോഴും അറിയാം. പക്ഷെ നമ്മളത് എത്രമാത്രം ചിന്തിക്കുന്നുണ്ടെന്ന് ഇഫക്റ്റീവ് ആക്കുവാൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ് കംഫർട്ടബിൾ ആക്കുവാൻ, നമ്മുടെ ടോണ് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആക്കുവാൻ നമ്മൾ എത്ര ശ്രമിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് എല്ലാവർക്കും അതൊരു ഇൻട്രോസ്പെക്ഷനുള്ള ടൈമാണ്. റിയലി ഗുഡ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ക്ലിയോപാട്രയുടെയും സീസറിൻ്റെയും കാര്യം പറഞ്ഞു. ഇന്ന് രാത്രി ക്ലിയോപാട്ര ഓർത്ത് കിടന്നാൽ പലപ്പോഴും ഉറക്കം വരില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് വായിക്കാത്തവർക്ക് ക്ലിയോപാട്രയും സീസറിന്റെയും മാർക്ക് ആന്റണിയുടെയും ഒക്കെ കഥ വായിച്ച അതിന്റെ ഇത് ഇൻസൈഡ് സൈക്കോളജി സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റീഫൻ സാർ അതിലൂടെ പോയിന്റ് ചെയ്തും ആ സബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച് സ്റ്റീഫൻ സാർ. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റീഫൻ സാറിന്റെ വണ്ടർഫുൾ ടോക്കിന് എൻ്റെ പ്രത്യേകം നന്ദി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മീറ്റിങ്ങിൽ ഈ തിരക്കിനിടയ്ക്ക് മനോഹർ സാർ പ്രസിഡന്റ് എന്ന നിലയിൽ വരുന്നതും നമുക്കൊരു നല്ല ഫ്യൂ മിനിറ്റ്സ് ഒരു ടോക്ക് തരുന്നതും ചെയ്യുന്ന മനോഹർലാലിന് പ്രത്യേകം നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും സാബു സാറിന് മതിയാവില്ല. സാബു സാർ ഇങ്ങനെ മീറ്റിംഗ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും വരെ ഓർഗനൈസ് ചെയ്ത് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ടൈം കണ്ടെത്തുന്ന സാബു സാറിന് എൻ്റെ പ്രത്യേകം നന്ദി. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ഡിഗ്നിറ്ററീസിനും, എല്ലാ VIPസിനും, എല്ലാ മെമ്പേഴ്സിനും എൻ്റെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു വെരി മച്ച് സർ. പോൾ പടയാട്ടി സർ. കുറെ പരിചയക്കാരുണ്ട്. പോൾ പടയാട്ടി സാറ്, ജോൺ സാറ്, ബേബി ജോൺ സാറ്, പിന്നെ നമ്മുടെ ജോർജ് സാറ്, കുറെ ആൾക്കാരുണ്ട്. വീഡിയോ തുറന്നേക്കണൊക്കെ പരിചയക്കാരാണ്. ഗുഡ് ഈവനിങ്. ജോസഫ് ജോൺ. ഗുഡ് ഈവനിങ്. ഞാൻ TA കാണുന്നത് 74-ലാണ്. അത്രയും കാലം TA കൊണ്ടു നടന്നിട്ടും ഞാൻ
എൻ്റെ ചുറ്റുപാടുള്ള ആളുകളെയാണ് നന്നാക്കാൻ നോക്കിക്കൊണ്ടിരുന്നത്. സ്റ്റീഫൻ സാറിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ സ്പെഷ്യലിസ്റ്റ് ആയാലേ നേരെയാകുള്ളൂ. ഇന്ന് എന്നെ ഐ സ്പെഷ്യലിസ്റ്റ് ആക്കിയ ഗുരുനാഥനാണ് എൻ്റെ സ്റ്റീഫൻ സാർ. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിന്ന് എത്രയോ തവണ കേട്ട കാര്യം സ്റ്റീഫൻ സാറിന്റെ വായിൽ നിന്ന് വീണ്ടും കേൾക്കുമ്പോഴും അതിന്റെ പുതുമ ഒട്ടും നഷ്ടപ്പെടാതെ ഇവിടെ അവതരിപ്പിച്ചിട്ട് എല്ലാവരും എന്തൊരു സ്വീകാര്യതയോടുകൂടിയാണ് അത് ആസ്വദിച്ചിരുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു. അതാണ് സ്റ്റീഫൻ സാറിന്റെ ശക്തി. എന്നും നിങ്ങൾ TA-യിൽ ശക്തി പ്രാപിച്ചു കഴിയുമ്പോഴാണ് ഈ ശക്തി കൂടുതലായിട്ട് പ്രകടമാകുന്നത് എന്നുള്ളതും വളരെ തെളിവോടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ സ്റ്റീഫൻ സാർ ഇന്ന് നമ്മുടെ കൂടെ വന്നതിന് എനിക്ക് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയും എന്നും എന്നും ഓർത്തിരിക്കാനുള്ള ഒരു സുഹൃതമായിട്ട് സ്റ്റീഫൻ സാറിന് എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ജോസഫ് ജോൺ സാർ കൂടെ ഒന്ന് പറയും. താങ്ക് യു. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് ഒറ്റ സെക്കൻഡ്. ജോസഫ് സാർ കൂടെ ഒന്ന് പറയണം സാറേ. ഈ ഒരു ചോദ്യം ചോദിക്കാമെന്ന് ആരും ചോദിച്ചില്ല. ഈ TA ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ TA മറ്റ് ഈ മെയിൻ കരിക്കുലം ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണോ സാറേ? യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഈ കോഴ്സ് ഉണ്ടോ TA? ഇല്ല, യൂണിവേഴ്സിറ്റി ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോഴ്സിന് യൂണിവേഴ്സിറ്റി അംഗീകാരമില്ല. ഈ ICTയുടെ അംഗീകാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഓൾ ഓവർ ദ വേൾഡ് ചില യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ സബ്ജക്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. TA മാത്രമായിട്ട് ഒരു കോഴ്സ് ഇല്ല. അത് ICTA മാത്രമേ ചെയ്യുന്നത്. അതെ, അത് സൈക്കോളജിയിൽ ഇതൊരു വിഷയമായി വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സൈക്കോളജിയിലുണ്ട്. ഞാൻ സൈക്കോളജിയിലുണ്ട്. MBA ഞാനിപ്പോ 94-97 ബാച്ചിൽ പഠിക്കുമ്പോഴത്തേക്കും ടിയുടെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. MBA ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിൽ മെയിൻ ആയിട്ട് കുറച്ച് പേപ്പർ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ സൈക്കോളജിയിലുണ്ട്. സൈക്കോളജിയിൽ MSW ഉണ്ട്. പിന്നെ 1-2 യൂണിവേഴ്സിറ്റി ഒക്കെ അംഗീകരിച്ചു തുടങ്ങി. വെരി ഗുഡ്. പിന്നെ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. സാർ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലിയോപാട്രയാണ്. എല്ലാവരും സാറിന്റെ ആ വൈബ് നമ്മുടെ പാർട്ടിസിപ്പന്റിലേക്ക് അങ്ങോട്ടും നേരിട്ട് വരുന്നുണ്ട്. അതാണ് സാറ് ജോയ്ഫുൾ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആ ജോയി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ TA സൈക്കോളജി എന്നുള്ളത് ഒരു വലിയ അറിവാണ്. സെൽഫ് അവയർനെസ്സും അതുപോലെ തന്നെ സെൽഫ് കൺട്രോളും, ഇത് രണ്ടുമാണ് അല്ലേ മെയിനായിട്ട് വരിക. അപ്പം അതാണ് സൈക്കോളജിയുടെ പില്ലേഴ്സ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൗരവമായിട്ട് ലോകം ഏറ്റെടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ജോർജ് സാർ. താങ്ക് യു സാബു സാർ. ഹായ് സ്റ്റീഫൻ സാർ. നമസ്തേ. അതെ, എന്താ പറയാനുള്ളത് പറഞ്ഞു. എത്ര നാളുകൾ കഴിഞ്ഞാലും എത്ര കോഴ്സ് കേട്ടാലും എത്ര ക്ലാസ്സിൽ ഇരുന്നാലും എന്നും ഒരേ താല്പര്യം ഒരുപോലെ ഉണർത്തി ഇങ്ങനെ ആഘോഷകരമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങ് വിട്ടടിച്ചു പോവുകയാണ് കേട്ടോ. ഒരിക്കലും ഒരു മാറി ചിന്തിക്കാൻ ഇടവരില്ല. അതാണ് സാറിന്റെ വലിയ പ്രത്യേകത. എത്ര കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിന് ചേരുന്നില്ലേ എന്ന് ചോദിക്കാൻ തമ്മിൽ ചോദിക്കുക എല്ലാവരും. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാനും കണ്ടത്തിലച്ഛന്റെ ക്ലാസ് കഴിഞ്ഞ് സെബാസ്റ്റ്യൻ സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് സ്റ്റീഫൻ സാറിന്റെ ക്ലാസ്സും എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഗുരുനാഥൻ, ഒട്ടേറെ പേരുടെ ഗുരുനാഥൻ. ഒത്തിരി സ്ഥാപനങ്ങളിൽ വെച്ച് സാറിന്റെ ട്രെയിനിങ് കൂടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും മഹാഭാഗ്യം. നല്ല ദിവസം, ഒത്തിരി ദിവസം ഓർമ്മിക്കാനുള്ളതൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഉഷാകുമാരി പറയൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ബഹുമാന്യർക്കും നമസ്കാരം. സ്റ്റീഫൻ സാറിൻ്റെ ക്ലാസ് സൂപ്പറായിരുന്നു സർ. സൂപ്പർ സെഷനായിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലായി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സൂസൻ വളക്കുഴി. അഡ്മിറ്റായില്ല. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ചേറെ കാര്യങ്ങൾ കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കാനും ഐ സ്പെഷ്യലിസ്റ്റ് ആകുന്നതിന്റെ കാര്യം കൂടുതൽ നമ്മളെ ചിന്തിച്ചെടുക്കാനും നമുക്ക് പ്രയോജനപ്പെടുന്ന കുറേയേറെ കാര്യങ്ങൾ
ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജി പഠിക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ MA സൈക്കോളജിയിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനിരിക്കുന്നു. കുറെ നാളായിട്ട് ഞാനിങ്ങനെ സ്റ്റീഫൻ സാറിന്റെ അവിടെ ICTA വന്ന് പഠിക്കണമെന്ന് വിചാരിച്ചു. അതിന് ഈ അടുത്തിടെ ഒരു ഓൺലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓൺലൈനെക്കാട്ടി കൂടുതൽ പ്രിഫറൻസ് പേഴ്സണലി അവിടെ വന്ന് പഠിക്കുന്നതായിരുന്നു ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇവൻച്വലി ഐ വിൽ ഗെറ്റ്. ബട്ട് എനിവേ ഇന്നിപ്പം കുറച്ചേറെ നല്ല കാര്യം, നല്ല ഇൻഫർമേഷൻ കിട്ടി. കുറച്ച് ചിന്തിക്കാനുള്ള നല്ല സംഭവങ്ങൾ കിട്ടി. സോ താങ്ക് യു വെരി മച്ച് സർ. നമ്മുടെ താക്കോല് നമ്മുടെ NLP-യിൽ ഇത് തന്നെയാണല്ലോ പറയുന്നത്. യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് you are happy, it makes you happy എന്നുള്ളതാണ്. സോ യു ഹാവ് ദ കീ ടു യുവർ ഹാപ്പിനെസ്. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. The only thing is നമ്മുടെ കൂടെ ഉള്ളവരെ എങ്ങനെയാന്നുള്ളത് ഇറ്റ് ക്യാൻ മേക്ക് യു ഓർ ബ്രേക്ക് യു റിയലി. കാരണം അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നമ്മുടെ ലൈഫും അഫക്റ്റഡ് ആവും. നമ്മൾ എത്ര ഹാപ്പി ആകാൻ ശ്രമിച്ചാലും ചില സമയത്ത് അത് നമ്മളെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. ബിക്കോസ് യുവർ ലൈഫ് ഈസ് ടൈറ്റ് ടു ദ. പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഹൗ ടു ബി ഹാപ്പി ആൻഡ് ചേഞ്ച് യുവർ തോട്ട്സ്. നേരത്തെ സാർ പറഞ്ഞ പോലെ നമ്മുടെ അതിനകത്തുള്ള കോൺട്രിബ്യൂഷൻ എന്നാണെന്നുള്ളത് നമ്മളൊക്കെ എങ്ങനെ അത് ചെറിയ രീതിയിലെങ്കിലും അവരുടെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ചെയ്യാൻ പറ്റുന്നത്. എനിവേ വെരി ഗുഡ് സെഷൻ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വിജയരാമൻ സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ചോദ്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ പറയാനുണ്ടെങ്കിൽ. അല്ലെങ്കിൽ വിജയരാമൻ സാർ വരും. യെസ്, പറയും. എനിക്കൊന്നും പറയാനില്ല. സാറിൽ നിന്ന് സാറ് പെട്ടിരിക്കും അല്ലേ? എനിക്കൊന്നും പറയാനില്ല, പെട്ടിരിക്കും. ഒത്തിരി നാളായിരുന്നു സ്റ്റീവൻ സാറിനെ കേട്ടിട്ട്. ഒരുപാട് സന്തോഷത്തിലിരിക്കുകയാണ്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. റൈറ്റ്, വരാൻ തയ്യാറായി. ഇതുപോലെ നല്ലൊരു ക്ലാസ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലാസ് നന്നായിട്ട് കേൾക്കുന്നത്. മുൻപ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇപ്പോഴും പുതുതായിട്ട് തന്നെയാണ്. ഈ ഐ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ നമ്മൾ മനസ്സിന്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. അതിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ സർ ഇതിന്റെയൊക്കെ പ്രാധാന്യം ഓരോ മനുഷ്യനും വളരെ വളരെ വലുതാണ് എന്ന കാര്യത്തിന് സംശയമില്ല. സോ താങ്ക് യു ലോട്ട്. വരാൻ തയ്യാറായതിനും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മളെ വിളിക്കൂട്ടോ. നമ്മള് ഇനിയും നമ്മുടെ ഈ ട്രെയിനിങ് സെഷനിലെ ഇനിയും വിളിക്കുന്ന. ഓക്കെ മോസ്റ്റ് വെൽക്കം. നോ പ്രോബ്ലം. താല്പര്യമുള്ളവർക്ക് പഠിക്കാനായിട്ട് ടിയുടെ 2 ബാച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന് മലയാളം, ഒന്ന് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ബുധനാഴ്ചകളിലും മലയാളം വ്യാഴാഴ്ചകളിലുമാണ്. വൈകുന്നേരങ്ങളിലാണ് 6 തൊട്ട് 9 വരെയും 7 തൊട്ട് 10 വരെയും. താല്പര്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സാറേ നമ്പർ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടത് ആരെങ്കിലും? ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൂ. 9387050502. മെസ്സേജ് എവിടെയാണ്? 5050 9387050502. ഇട്ടിട്ടുണ്ടല്ല, റബിങ്സ് ഇട്ടിട്ടുണ്ട്, സാബു സാർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, റോയ് സാർ പറയും. ആരെങ്കിലും വേണമെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമുക്ക് കൂടാം. 1 കൊല്ലത്തെ കോഴ്സാണ്, ഡിപ്ലോമ. താല്പര്യമുള്ളവർക്ക് പേഴ്സണലായിട്ട് വിളിക്കാൻ, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. ഒരു വേ ഓഫ് ലൈഫാണ്, അതാണ് അതിന്റെ പ്രത്യേകത. ഉത്തരവാദിത്തം എടുത്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നോളജ് അല്ല സ്കില്ലാണ്. സ്കില്ല് പതുക്കെ പതുക്കെ പണിതേ എത്തുള്ളൂ. നോളജ് ഉണ്ടായിട്ട് കാര്യമില്ല, സ്കില്ലിലായിട്ട് ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ലൈഫ് വിരിയണത് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്യാരണ്ടി ഞാൻ തരാം, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ. ഈ എറിക് ബേണിന്റെ വ്യക്തിബന്ധങ്ങളുടെ വിശകലനമാണ് TA എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഈ TA എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഇതുപോലെ മനസ്സിലാക്കി തന്ന ഒരു ക്ലാസ് ഇതിനു മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഇത്ര മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ചോദ്യങ്ങളോ? റോയ് സാർ എവിടെ നിന്നാണ്? റോയ് സാർ കോട്ടയം. സെറീന എന്തെങ്കിലും പറയുന്നോ? അനിൽകുമാർ സാർ, വിക്ടർ ജോർജ് സാർ. ഞാൻ പറയാം. എനിക്ക് നിങ്ങളെല്ലാം ഇതിനെപ്പറ്റി ഒത്തിരി വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുന്നില്ല.
എൻ്റെ മനസ്സിൽ തോന്നിയ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സെക്ഷൻ, എക്സലൻറ്റോ. നമുക്കിത് എങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ നല്ലൊരു ക്ലാസ്, വളരെ ഇമ്പ്രസീവ് ആണ്. ഇതിനകത്ത് ഓരോരോ സെന്റൻസുകളും നമ്മുടെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലേക്ക് കയറിക്കുകയാണ്. എനിക്കിപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. അത്ര സൂപ്പർ ക്ലാസ് ആയിരുന്നു. സാറിന് എല്ലാ നന്മകളും നേരുന്നു, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ സാബു സാറിന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണ്. സാബു സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ കോട്ടയം അനിൽകുമാറിന്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. സെറീന. ആരാ ഇപ്പൊ പറഞ്ഞ? അനിൽകുമാർ. അനിൽകുമാർ ഫ്രം കോട്ടയം. സാറേ വീഡിയോ കണ്ടില്ലല്ലോ? കാണത്തില്ലേ? കണ്ടോ? സാറ് പ്രൊഫസറാണ് എക്കണോമിക്സ്. കണ്ടോ? എന്നെ കണ്ടില്ലേ? ഇല്ല, സ്റ്റീഫൻ കണ്ടില്ല. സാറെ ഒരു കാണുന്നില്ലേ? മിനിറ്റ്. അയ്യോ, പോയാ? ഇപ്പൊ കണ്ടോ? ഇപ്പൊ കണ്ടോ? എനിക്ക് കാണുന്നില്ല സാറേ. അനിൽകുമാർ കാണുന്നില്ല. സാർ ആ സ്ക്രീൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ, മാറ്റി. കാണാം. ഇപ്പൊ കാണാം. ഓക്കെ. ഓക്കെ, ഓക്കെ, മനസ്സിലായി. സെറീന. സെറീനയും കൂടെ. സെറീന സാറേ നമസ്കാരം. സാറേ നമസ്കാരം. ശരിക്കും മനസ്സിൽ തട്ടി പറയുവാണെങ്കിൽ സാറിന്റെ ക്ലാസ് കേട്ടിരിക്കാൻ എത്ര രസമാണ്. ആദ്യം മുതൽ അവസാനം വരെ സാറിന്റെ ആ ചിരി, അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അതിനനുസരിച്ച് ആ വാക്കുകൾ മുഴുവനും ഉള്ളിലേക്ക് എടുക്കും. ആ ചിരിച്ചുകൊണ്ടുള്ള ക്ലാസ് ഉണ്ടല്ലോ സാറേ, അത് മനസ്സിനെ വല്ലാണ്ട് തട്ടുന്നുണ്ട്. ഞാൻ ഈ നന്ദഗോവിന്ദം ഭജൻസ് എപ്പോഴും കേൾക്കും. അത് കേൾക്കാനുള്ള ഇഷ്ടവും എന്താന്ന് വെച്ചാൽ അതിനകത്ത് നവീനിന്റെയും ശ്രീലാലിന്റെയും ചിരിയാണ്. ആ ചിരിച്ചുകൊണ്ട് പാടുമ്പോഴേ സാറിന്റെ ആ ചിരി, ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് വല്ലാതെ ആവാഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സാറേ. ഓരോ കാര്യവും പറയുമ്പം ഇത് ഞാനല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിപ്പിക്കുന്ന രൂപത്തിലും, അത് ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പം അറിയാതെ ഞാൻ ഇടയ്ക്ക് സ്മൈലി ഇടും ചിരിച്ചുകൊണ്ടുള്ളത്. അത്ര സൂപ്പറായിരുന്നു. ടിഎ പഠിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും സാറിന്റെ കോഴ്സ് അന്വേഷിച്ച് വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരു ക്ലിയോപാട്ര ആയിക്കോ ഇപ്പൊ തന്നെ, കുഴപ്പമില്ല. ഇല്ല, സിബിൻ സാറേ, സറീന മാമിന്റെ ക്ലാസ് ഇതുപോലെയാണ്, മനോഹരമാണ്. ആണല്ലേ? അടിപൊളി. ഏതാ സബ്ജക്ട് കൂടുതലും എടുക്കുന്നത്? എന്ത് വേണം, എല്ലാം എന്തും എടുക്കും. അതല്ലേ? ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിബഡി എൽസ് അൺമ്യൂട്ട് ചെയ്താൽ മതി, ഞാൻ വിളിക്കാം. വിക്ടർ സാർ പറയൂ. വിക്ടർ ജോർജ് സാർ പറഞ്ഞോളൂ. കേൾക്കുന്നില്ല? ഏത് വിക്ടർ ജോർജ്? നമ്മുടെ വിക്ടർ ജോർജാ? ഇടുക്കി. എന്റെ ദൈവമേ, ഇതാ ഇങ്ങോട്ട് വാടാ, കാണിച്ചതാ. സാറൊന്ന് അൺമ്യൂട്ട് ചെയ്തു, പക്ഷെ കേൾക്കുന്നില്ലല്ലോ സൗണ്ട്. എന്തോ പറ്റി. വിക്ടർ സാർ വന്ന്. സാറിന്റെ ഹെഡ്ഫോൺ എന്താ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. ഓക്കെ, പറഞ്ഞു. ഞാൻ 2009 മുതൽ സാറിന്റെ ഒരു ശിഷ്യനായിരുന്നു. പിന്നെ അത് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പ്ലേസ് ഓഫ് ആക്ടിവിറ്റി മാറിയതുകൊണ്ട് ഞാൻ സാറിന്റെ ക്ലാസ് 4-5 വർഷം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താങ്ക് യു സാർ. മറ്റൊരു ഐ സ്പെഷ്യലിസ്റ്റിനെ കൂടെ കിട്ടി. ഇതില് കുറെ പേരുണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയപ്പോ. ആനിഷമ്മനൊക്കെ എന്ത്? ട്രെയിനിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറെ ആരും പറയുന്നില്ല എന്ന് നോക്കാം. അപ്പൊ താങ്ക് യു സാർ, സ്റ്റീഫൻ സാർ. താങ്ക് യു. വിസിറ്റിയുടെ ഭാഗമായിട്ട് വീണ്ടും ക്ലാസ്സുകൾ എടുക്കാൻ വരണമെന്ന് നിർത്താം. തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി, നേരത്തെ പറഞ്ഞാൽ മതി. ഞാൻ വിളിക്കാം. വിളിച്ചാൽ മതി. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് എല്ലാവർക്കും, വിജയരാമൻ എന്നെ പ്രത്യേകം ക്ഷണിച്ച് വിളിച്ച് കൊണ്ടുവന്നതിന്, മനോഹർ സാറിന്, സാബു സാറിന്, പോൾ പടയാട്ടി സാറ്, പിന്നെ നമ്മുടെ VP ജോർജ് സാറ്, കുറെ പേരുണ്ട്. സെറീൻ ഇപ്പൊ പറഞ്ഞതിന്, വിക്ടർ, കുറെ ടീമുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു ആദ്യം പിന്നെ ഈ സുസമാവിനൊക്കെ ഞാൻ ഈ കഴിഞ്ഞ അടുത്താണ് NLP കൂടെ മനസ്സിലാക്കിയിട്ട് കൂടെ പരിചയപ്പെട്ടത്. അപ്പൊ എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും എന്നെ കേട്ട് ഇത്ര നേരം സഹിച്ചതിനും പ്രത്യേകം നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. ഒരു യാത്രയിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, അറിയില്ല എന്നുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു. ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. സാറിന്റെ ക്ലാസ് വളരെ രസകരമായിട്ട് എക്സാമ്പിൾസിനും കൂടെ പറഞ്ഞുകൊണ്ട് നന്നായി മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഞാൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷുകാർ ഒരു ക്യാപിറ്റൽ ലെറ്ററിലെ I ഞാൻ എന്നുള്ളത്
എഴുതുള്ളൂ. അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഇത് ഏതാ അവർ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. എവിടെയായി ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രം അവർ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നിയതായൊരു സംശയം. അത് നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ ഗുഡ് നൈറ്റ്. വീണ്ടും താങ്ക് യു കാണാം. ആൻഡ് See you. ഗുഡ് നൈറ്റ്. Good night. Bye. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വിജയരാമൻ സാർ നാളെ സാറാണോ എടുക്കുന്ന ക്ലാസ്? പറഞ്ഞായിരുന്നു, നാളെയല്ല, ഞാൻ 18-ാം തീയതി. അല്ലല്ല 18-ാം തീയതി. അല്ലല്ല, നമ്മൾ നാളത്തെ നാളെ എടുക്കുന്നോ? നന്ദജൻ ആ എന്താ ചോദിച്ചിരുന്നോ? നാളെ ചോദിച്ചിരുന്നോ? ഓക്കെ പറഞ്ഞാലേ സാറ് ഓക്കെ പറഞ്ഞാണ്. അപ്പൊ പ്ലെയർ ഒന്നും ഇട്ടില്ലേ? അല്ലല്ല, ഞാൻ ചോദിക്കാം, എനിക്ക് കൺഫർമേഷൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഓക്കെ ആണല്ലോ? അയ്യോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ ശരി. ഓക്കെ, സി. അപ്പൊ നാളെ നന്ദജൻ സാറിന്റെ ആത്മഹത്യാ പ്രിവെൻഷൻ അല്ലെ, സൂയിസൈഡ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്. പ്ലെയർ പെട്ടെന്ന് ഇട്ടോളുന്നല്ലോ ഇടാം. ഓക്കെ, അപ്പൊ താങ്ക് യു സ്റ്റീഫൻ സാർ. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സി യു. ബൈ. ഗുഡ് നൈറ്റ്, സർ. ഗുഡ് നൈറ്റ്.